ஹாய் பசங்களா, வெல்கம் டு எக்ஸ்ட்ராப்பர் பாலா நீட் அகாடமி. நம்ம ஃபிசிக்ஸில் கோல்டன் கொஸ்டின் சீரீஸில் நம்ம இன்னைக்கு டிஸ்கஸ் பண்ணுறது சாப்டர் யூனிட்ஸ் அண்ட் மெஷர்மெண்ட் தான். யூனிட்ஸ் அண்ட் மெஷர்மெண்ட்டை பொறுத்து நீட் எக்ஸாമിനേഷനെ பொறுத்து எல்லா வருஷവും மினிமம் 2-3 கொஸ்டின்ஸ் வருவாங்க. அதாவது டாபிக்ஸ் படிக்கிறதுக்கு கொஞ்சம் தான் இருக்கு, அதுவும் ஃபண்டமெண்டல் டாபிக்ஸ் தான் இருக்கு, பட் நம்பர் ஆஃப் கொஸ்டின்ஸ் அதிகமாக இருக்கு. அப்போ இப்படிப்பட்ட சாப்டர்ஸ் நம்ம நல்லா கவனம் செலுத்தி படிக்கணும். കാരണം கண்டிப்பாக നമുക്ക് ക്വസ്റ്റ്യൻസ് கிடைக்கணும். അപ്പോൾ സിമ്പിളാன ചാപ്റ്ററാണ്. ஸோ அதில் இருந்துள்ள ക്വസ്റ്റ്യൻസിലേക്ക് போகலாம். ஸோ ஃபர்ஸ்ட் ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ உங்கள் ക്വസ്റ്റ്യൻ இங்கே பார்க்க முடியும். அதாவது விச் ஆஃப் தி ஃபாலோயிங் செட்ஸ் cannot enter into the fundamental quantities in any system of unit. അപ്പോൾ നമുക്ക് தெரிஞ்ச விஷயம், ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിരുന്നാൽ അങ്ങേ ആരെല്ലാം വേണം? അങ്ങേ മാസ് വേണം, ലെങ്ത് വേണം, ടൈം വേണം. സോ ഇங்கே ചെക്ക് ചെയ്യുമ്പോൾ ഇங்கே ആക്ച്വലി ഫസ്റ്റ് ഓപ്ഷനിലേക്ക് വന്നാൽ ഇங்கே ലെങ്ത്, മാസ്, വെലോസിറ്റി. സോ മാസ് ഉണ്ട്, ലെങ്ത് ഉണ്ട്, ഈ വെലോസിറ്റിക്കുള്ള ടൈം ഉണ്ട്. സോ ഇത് ഓക്കെയാണ്. നെക്സ്റ്റ് ലെങ്ത്, ടൈം, വെലോസിറ്റി. ബട്ട് ഈ കേസിൽ പറയുക ഈ ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ ഇங்கே ആരില്ല, ഇங்கே മാസ് മിസ്സിങ്. സോ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അപ്പോൾ ആൻസർ കിടച്ചിരിക്കുക. ഇനി മീതി രണ്ട് ഓപ്ഷൻ ചെക്ക് ചെയ്താൽ ഇங்கே മാസ്, ടൈം, വെലോസിറ്റി എല്ലാമേ ഉണ്ട്, ലെങ്ത്, ടൈം, മാസ് എല്ലാം ഉണ്ട്. So the answer is option B. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ക്വസ്റ്റ്യൻ നമ്പർ 2, പാഴ്സക് ഈസ് ദ യൂണിറ്റ് ഓഫ്, നമുക്ക് தெரியும் ഇത് വാസിക്കുമ്പോൾ എല്ലാവർക്കും தெரிஞ்ச വിഷയമാണ്. പാഴ്സക് ഈസ് ദ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. ക്ലിയർ. നെക്സ്റ്റ്, ഇൻ എ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, യൂണിറ്റ് ഓഫ് മാസ് ഈസ് ആൽഫ കിലോഗ്രാം ആൻഡ് ദ യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് ബീറ്റ മീറ്റർ ആൻഡ് യൂണിറ്റ് ഓഫ് ടൈം ഈസ് ഗാമ സെക്കൻഡ്. ഇതെന്താ? ദെൻ 1 യൂണിറ്റ് ഇൻ ന്യൂ സിസ്റ്റം. അപ്പോൾ ഇங்கே ഒരു ന്യൂട്ടണെ ഇവങ്ങൾ കൊടുത്ത സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് பண்ணணும். അപ്പോൾ കൺവേർഷനാണ് നമുക്ക് தெரிஞ்ச വിഷയമാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നോട് കയ്യിൽ 1 കിലോഗ്രാം ഞാൻ കൺവേർട്ട് ചെയ്താൽ എவ்வளோ கிடைக்கும்? CGS സിസ്റ്റത്തിൽ 1000 ഗ്രാം എന്ന് கிடைக்கும். അതായത് N1 in U1 is equal to, അതിനെ കൺവേർട്ട് ചെയ്താൽ N2 U2 എന്ന് கிடைக்கும். U1 ഫസ്റ്റ് സിസ്റ്റം, U2 നെക്സ്റ്റ് സിസ്റ്റം. N1 ഫസ്റ്റ് സിസ്റ്റത്തിലെ ന്യൂമറിക്കൽ വാല്യൂ, N2 രണ്ടാമത് സിസ്റ്റത്തിലെ ന്യൂമറിക്കൽ. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും N1 U1 is equal to N2 U2 അപ്ലൈ ചെയ്താൽ പോകും. സോ ഈ ഗിവൺ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ N1 U1 is equal to N2 U2 അപ്ലൈ ചെയ്യുമ്പോൾ ഇங்கே നിങ്ങൾ പറഞ്ഞു ഇங்கே 1 ന്യൂട്ടണെ മാറ്റണം, N2 தான் കണ്ടുപിടിക്കണം, അങ്ങനെയുള്ള യൂണിറ്റ് U2 ആണ്. സോ നമുക്ക് தெரியும் ഇங்கே ക്വാണ്ടിറ്റീസ് കൺവേർട്ട് பண்ணும்போது அதோட ഡയമെൻഷൻ ഫോർമുല സെയിം ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ഹിയർ 1 into ന്യൂട്ടൺ മീൻസ് ഫോഴ്സ് ആണ്, ദാറ്റ് ഈസ് MLT⁻². ഫസ്റ്റ് സിസ്റ്റം ഒന്ന് കാമിക്കുന്നതൊക്കെ M1 L1 T1⁻² is equal to N2 into രണ്ടാമത് സിസ്റ്റം അഗെയിൻ ഫോഴ്സ് ആണ്, ദാറ്റ് ഈസ് M2 L2 T2⁻². സോ N2 ആണ് കണ്ടുപിടിക്കുന്നത്, ദാറ്റ് ഈസ് M2 കണ്ടുപിടിച്ചാൽ M1 divided by M2, L1 divided by L2 and T1 divided by T2 the whole raised to -2 എന്ന് വരും. സോ M1 is SI സിസ്റ്റം ആണ്. സോ അങ്ങേ 1 കിലോഗ്രാം ആണ്. M2 means according to question M2 alpha kilogram, therefore alpha kilogram. L1 first system അങ്ങേ മീറ്റർ ആണ്, ബിക്കോസ് SI യൂണിറ്റ് SI സിസ്റ്റം ആണ്. നെക്സ്റ്റ് 1 മീറ്റർക്ക് ബദലായി ഇங்கே ബീറ്റ മീറ്റർ ആൻഡ് 1 സെക്കൻഡ് ആണ് SI സിസ്റ്റത്തിൽ. ഇங்கே വരുമ്പോൾ ഇറ്റ് ഈസ് ഗാമ സെക്കൻഡ് ഹോൾ റൈസ് ടു -2. സോ ഇங்கே കിലോഗ്രാം മീറ്റർ സെക്കൻഡ് എല്ലാം ക്യാൻസൽ ആയാൽ മീതി ഉള്ളത് ഫസ്റ്റ് ടേമിൽ ആൽഫ റൈസ് ടു -1, സെക്കൻഡ് ടേമിലേക്ക് വരുമ്പോൾ ബീറ്റ റൈസ് ടു -1, തേർഡ് ടേമിലേക്ക് വരുമ്പോൾ ഇங்கே ഗാമ റൈസ് ടു -2 ആണല്ലേ, ഗാമ റൈസ് ടു -2, ഈ -2 ഇങ്ങനെയാണ്. സോ ഈ ഗാമ റൈസ് ടു -2 മേലേക്ക് വരുമ്പോൾ ഗാമ സ്ക്വയർ ആവും, ദാറ്റ് ഈസ് ഗാമ സ്ക്വയർ. സോ നമ്മൾ ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇங்கே ഓപ്ഷൻ എയിലേ ഇരിക്കുന്നത് ആൽഫ റൈസ് ടു -1, ബീറ്റ റൈസ് ടു -1, ഗാമ സ്ക്വയർ എന്നിരിക്കും. സോ ദ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ. സോ ഗോയിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് 0.00701 ഈസ്. അപ്പോൾ നമുക്ക് தெரியும் സയന്റിഫിക് നൊട്ടേഷൻ നമുക്ക് தெரிஞ்ச വിഷയമാണ്. സയന്റിഫിക് നൊട്ടേഷന് അതായത് നമുക്ക് தெரியும் റെപ്രസെൻറ്റേഷൻ A into 10⁻⁵ എന്ന് എക്സ്പ്രസ് பண்ணும்போது നമുക്ക് தெரியும் ഇവിടെ എയുടെ വാല്യൂ കണ്ടിപ്പാ ഇங்கே എയുടെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 1 and 10 தான் വരണം അല്ലെ, ഇൻ ബിറ്റ്വീൻ 1 and 10 വരണം. രണ്ടാമത്തെ വിഷയം നമുക്ക് தெரிஞ்ச വിഷയം ഇവിടെ എയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയിരുന്നാൽ നമ്മൾ അത് നെഗ്ലക്ട് ചെയ്ത് இங்கே ஆர்டர் ஆஃப் மேக்னிட்யூட் கண்டுபிடிக்கும்போது யாரை மட்டும் செக் பண்ணால் போதும், ഈ പവർ மட்டும். പവർ ഈസ് ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ പവർ ആണ് 10യുടെ പവർ ആണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ബട്ട് വെൻ എ ഈസ് ലെസ് ദാൻ
ഈക്വൽ ടു 5 വരേക്കും വന്നാൽ നമ്മൾ ഈ എയുടെ വാല്യൂ നെഗ്ലക്ട് ചെയ്തിട്ട് ഈ ബി മട്ടും എഴുതിയാൽ പോകും. ஆனால் ഇഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ 5 വന്നാൽ ഈ എയെ എന്നാ പറയണം 10 ആയിട്ട് യോജിക്കണം. അപ്പോൾ ഗ്രേറ്റർ ദാൻ 5 വന്നാൽ 10 ആയിട്ട് യോജിക്കണം. അതായത് ആൻസർ പവർ എഴുതുമ്പോൾ ബി അല്ല b+1 എന്ന് വരും. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വന്നാൽ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് ബി എന്ന് പോതും. ഗ്രേറ്റർ ദാൻ 5 വന്നാൽ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് b+1. സോ ഈ ഗിവൺ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഗിവൺ ക്വസ്റ്റ്യൻ പാരുങ്ക വാല്യൂ ഈസ് 0.00701. So we can write 7.01 into 10 raised to minus 3 എന്ന് വരും. 7.01 into 10 raised to minus 3. പാരുങ്ക ഇங்கே ആക്ച്വലി 7 ഈസ് ഇൻ ബിറ്റ്വീൻ 1 and 2. അപ്പോൾ അത് മറ്റുമല്ല, ഇവിടെ ആക്ച്വലി 7 മീൻസ് എ ആണ്, വാല്യൂ ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 5 വന്നാൽ പവർ +1 പറയണം. സോ പവർ ഇங்கே -3 ആണ്. -3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -2 എന്ന് വരും. സോ ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈസ് -2. ഓപ്ഷൻ എ ഇங்கே ഉണ്ട്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് നമ്മൾ വരുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് 5 ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ഹാവ് ദി സെയിം ഡയമെൻഷൻ ഉള്ളത് കണ്ടുപിടിക്കണം. ഡയറക്റ്റാ നിങ്ങൾ വാസിക്കുമ്പോൾ കിടച്ചാൽ നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ സോൾവ് പണി കാണിക്കുന്നത്. ഇപ്പൊ എനർജി ഡെൻസിറ്റി, ഫസ്റ്റ് ടേം എനർജി ഡെൻസിറ്റിയാണ്. എനർജി ഡെൻസിറ്റി മീൻസ് എനർജി ബൈ വോളിയം. അപ്പൊ എനർജി ഡയമെൻഷൻ ഫോമുല എന്നതാണ് ml² T⁻². അത് എനർജി ആയിരുന്നാലും വർക്ക് ആയിരുന്നാലും ml²T⁻² ഡിവൈഡഡ് ബൈ വോളിയം L³ എന്ന് വരും. സോ ഇങ്ങനെ L² കീഴെയുള്ള L³ L² ക്യാൻസൽ ആകുമ്പോൾ ഈ കീഴെയുള്ള L മേലേക്ക് വന്നാൽ ml⁻1 T⁻² എന്ന് വരുവാങ്കിൽ. രണ്ടാമത്തെ കൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല ഡയമെൻഷൻ ഫോമുല, കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റേഷ്യോ ആണ് C/V. C സ്പീഡ് ഓഫ് ലൈറ്റ്, V വെലോസിറ്റി. സോ രണ്ടും ക്യാൻസൽ ആയില്ലെങ്കിൽ നോ ഡയമെൻഷൻ എന്ന് കിടക്കും, നോ ഡയമെൻഷൻ. നെക്സ്റ്റ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റും റേഷ്യോ ആണ്. പെർമിറ്റിവിറ്റി ഓഫ് ദി ഫ്രീ സ്പേസ്, പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ടു ദി പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. സോ മേലെയും കീഴെയും പെർമിറ്റിവിറ്റി ആണ്. സോ അതിനും നോ ഡയമെൻഷൻ എന്ന് சொல்ல முடியும். നെക്സ്റ്റ് യങ്സ് മോഡുലസ് ആക്ച്വലി വൈസ് യങ്സ് മോഡുലസ് longitudinal stress by longitudinal strain, that is stress by strain എന്ന് എഴുതിയാൽ പോലും സ്ട്രെസ് ബൈ സ്ട്രെയിൻ that is a unit. ബട്ട് സ്ട്രെയിൻ എന്നതില്ല, സ്ട്രെയിൻ ജസ്റ്റ് റേഷ്യോ ആണ്. ഏത് റേഷ്യോ ആണ്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പൊ സ്ട്രെയിൻ യൂണിറ്റ് ഉണ്ടാ കണ്ടിപ്പാ ഇല്ല. സോ സ്ട്രെസ്സുടെ യൂണിറ്റ് ആണ് എവിടെ സ്ട്രെസ്, അത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സുടെ യൂണിറ്റ് mLT⁻². ഇங்கே ഏരിയ L². സോ ഇங்கேയും ഓരോ L ക്യാൻസൽ ആവും. സോ നമുക്ക് കിടക്കുന്നത് ഈസ് ഈക്വൽ ടു mL⁻1 T⁻² എന്ന് കിടക്കും. റെഡി. നെക്സ്റ്റ് ഉള്ളത് മാഗ്നറ്റിക് ഫീൽഡ്. നമുക്ക് ജസ്റ്റ് ഓപ്ഷൻ ചെക്ക് പண்றேன். ഓപ്ഷൻ ചെക്ക് பண்ணும்போது ഇங்கே ആക്ച്വലി ഇവങ്ങൾക്ക് രണ്ടുപേർക്കും ഡയമെൻഷൻ ഫോർമുല ഇല്ല. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് B ആൻഡ് C ഉണ്ട്. B ആൻഡ് C ഇല്ല. സോ നെക്സ്റ്റ് ഉള്ളത് അതാ എനർജി ഡെൻസിറ്റി mL⁻1 T⁻². അതേമാതിരി യങ്സ് മോഡുലസ് mL⁻1 T⁻². Energy density and Young's modulus. A and D. Option C is the right answer. Option C is the right answer. ഇനി உங்களுக்கு வந்து മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും കണ്ടുപിടിക്കണം? അതായത് മാഗ്നറ്റിക് ഫീൽഡ് വരുന്ന ഇക്വേഷൻ യോജിച്ചാൽ പോലും ഇപ്പോൾ കറണ്ട് ക്യാരിയും കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫിന്റെ ഇക്വേഷൻ IBL sin θ ആണ്. IBL എന്ന് യോജിച്ചാൽ പോലും IBL sin θ. അപ്പോൾ ഏതാവതൊരു ഇക്വേഷൻ നിങ്ങൾക്ക് தெரிஞ்ச യോജിച്ചാൽ പോലും. സോ മാഗ്നറ്റിക് ഫീൽഡ് ബി കണ്ടുപിടിച്ചാൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ഫോഴ്സ് ഡയമെൻഷൻ ഫോർമുല mLT⁻². current dimension formula, current is a fundamental quantity, so dimension formula is A. B യുടെ കണ്ടുപിടിക്കണം. സോ B യുടെ കണ്ടുപിടിക്കണം. ലെങ്ത് ഡയമെൻഷൻ ഫോർമുല ഇറ്റ് ഈസ് L. സോ ഇങ്ങേന്ന് ആക്ച്വലി എല്ലും ഇങ്ങേന്ന് ക്യാൻസൽ ആവും. മീതി ഉള്ളത് B കണ്ടുപിടിച്ചാൽ ആ A ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ mT⁻², A⁻−1 എന്ന് വരും. സോ അതൊക്കെ മാച്ചിങ് ആയ ഓപ്ഷൻ ഇതുപോലെ. ഓപ്ഷൻ ഓൾറെഡി കിടച്ചിറക്കി ഞാൻ ചുമ്മാ സോൾവ് പണി കാമിച്ചതാണോ മാഗ്നറ്റിക് ഫീൽഡ് உங்களுக்கு தெரிஞ்ச விஷயம் தான். സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് വന്നാൽ Planck's constant, speed of light in vacuum and Newton's gravitational constant are three fundamental constants. Which of the following combinations of these have a dimension of length? Dimension of length ആർക്ക് വരുമെന്നാണ് നമുക്കറിയാം. ഇതിന്റെ നോർമൽ മെത്തേഡിലേക്ക് പോയാൽ ടൈം എടുക്കും. ബട്ട് അതേക്കാൾ ഈസി എന്നതാണ് നമ്മൾ ഓപ്ഷൻ വെച്ചതാ ഇപ്പടിപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓപ്ഷൻ യൂസ് ചെയ്താ കണ്ടുപിടിക്കുന്നത്. നിറയെ ക്വസ്റ്റ്യൻസ് സോൾവ് പണിയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂസ് ഒന്ന് Planck's constant ആണ്. Planck's constant dimension ഫോർമുല ആർക്ക് സിമിലർ ആണ്? Planck's constant is similar to angular momentum. കാരണം നമുക്ക് தெரியும் ഇപ്പോൾ ബോർ ആറ്റം മോഡൽ നമുക്ക് தெரிஞ்ச വിഷയമാണ്. ആംഗുലർ മൊമെന്റം ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഇവിടെ n ഉം
2 pi എല്ലാം കോൺസ്റ്റന്റ്. സോ ഇங்கே ഡയമെൻഷൻ ഫോർമുല ഓഫ് എല്ലും ഡയമെൻഷൻ ഫോർമുല ഓഫ് എച്ചും സെയിം. ഡയമെൻഷൻ ഫോർമുല ഓഫ് എൽ ഓർ വിച്ച് ഈസ് ഈക്വൽ ഡയമെൻഷൻ ഫോർമുല ഓഫ് എച്ച്. എച്ച് ദാറ്റ് ഈസ് ഡയമെൻഷൻ ഫോർമുല ഓഫ് എൽ എന്നതാണ് ദാറ്റ് ഈസ് എം. സോ വാട്ട് ഈസ് ആംഗുലർ മൊമെന്റം ദാറ്റ് ഈസ് എം വി ആർ എന്ന് യോജിച്ചാൽ പോതും. അപ്പോൾ എം വി ആർ എന്ന് യോജിച്ചാൽ ആക്ച്വലി എമ്മിന്റെ ഡയമെൻഷൻ ഫോർമുല എം എൽ ടി വി എൽ ടി റൈസ് ടു -1. ആർ റേഡിയസ് ആണ്, അത് ഡിസ്റ്റൻസ് ആണ്. സോ എം എൽ സ്ക്വയർ ടി റൈസ് ടു -1 എം എൽ സ്ക്വയർ ടി റൈസ് ടു -1. നെക്സ്റ്റ് ഉള്ളത് ഇങ്ങനെയുള്ളത് സി ആണ്. സി കണ്ടുപിടിച്ചാൽ സി ഈ സ്പീഡ് ഓഫ് ലൈറ്റ്, സ്പീഡ് ഡയമെൻഷൻ ഫോർമുല എൽ ടി റൈസ് ടു -1. ജി കണ്ടുപിടിക്കണം. ജി എപ്പോഴും കണ്ടുപിടിക്കും? സോ നമുക്ക് തെരിഞ്ഞ വിഷയമാണ് എഫ് ഇസ് ഈക്വൽ ടു ജി ഒക്കെ ഡയറക്റ്റാണ് നമുക്ക് തെരിയും. അതിനാൽ ജസ്റ്റ് ജി m1 m2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. സോ ഇങ്ങനെ ജി കണ്ടുപിടിച്ചാൽ എഫ് ആർ സ്ക്വയർ ഡിവൈഡ് ബൈ m1 ഇൻറ്റു m2 എന്ന് കിടക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫിന്റെ ഡയമെൻഷൻ ഫോർമുല എന്നതാണ് എം എൽ ടി റൈസ് ടു -2 ആർ സ്ക്വയർ എൽ സ്ക്വയർ. സോ ഇങ്ങനെ കീഴെ m1 ഇൻറ്റു m2 ദാറ്റ് ഈസ് എം സ്ക്വയർ എന്ന് ഒരു ഡയമെൻഷൻ ഫോർമുല എഴുതുമ്പോൾ സോ ഓരോ എം ക്യാൻസൽ ആയാൽ മീതി ഉള്ളത് എം റൈസ് ടു -1 എൽ ഇൻറ്റു എൽ സ്ക്വയർ എൽ ക്യൂബ് ടി റൈസ് ടു -2 എന്ന് വരും. സോ എല്ലാ ക്വാണ്ടിറ്റീസും കിടച്ചു. ഇനി ഓരോ ഓപ്ഷനിലും ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോതും. ജസ്റ്റ് അതിന് ഫൈനൽ ആൻസറിലേക്ക് പോകണം. ജസ്റ്റ് ആ ആൻസർ എപ്പോഴും കണ്ടുപിടിക്കുമെന്ന് മട്ടും നിങ്ങൾക്ക് തെരിഞ്ഞ വിഷയമാണ്. സോ ഇതിൽ ഞാൻ അതിന്റെ ഫൈനൽ ആൻസറിലേക്ക് പോകല. ദിസ് ഈസ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ജി. ജി ഇങ്ങനെ ഇരിക്കട്ടെ. ദിസ് ഈസ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ജി. സോ നമ്മൾ ഓരോ ഓപ്ഷൻ ആയിട്ട് എടുത്ത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുമ്പോൾ ആൻസർ கிடைக்கும். ஏதாவது ஒரு ஆப்ஷன் மட்டும் நான் செக் பண்ணி காமிக்கிறேன். இப்போ ஃபார் எக்ஸாம்பிள் ஆப்ஷன் ஏ வருவான்னு செக் பண்ணுறேன். அதை எப்படி செக் செய்யும்? இங்கே உள்ளது hc by g ആണ്. സോ എച്ചിന്റെ ഡയമെൻഷൻ ഫോർമുല എം എൽ സ്ക്വയർ ടി റൈസ് ടു -1. സിയുടെ ഡയമെൻഷൻ ഫോർമുല എൽ ടി റൈസ് ടു -1 ഡിവൈഡഡ് ബൈ എം റൈസ് ടു -1 എൽ ക്യൂബ് ടി റൈസ് ടു -2. ലാസ്റ്റ് ഇതൊക്കെ റൂട്ട് എടുക്കണം. ദറ്റ് ഈസ് ഓൾ റൈസ് ടു ഹാഫ് എന്ന് പോട്ടാ. സോ നമുക്ക് ഡയമെൻഷൻ ഓഫ് ലെങ്ത് ഇതാ കിടക്കണം. സോ ഇங்கே എമ്മും ഈ എം റൈസ് ടു -1 മേലെ വന്നാൽ അത് എം സ്ക്വയർ എന്ന് വരും. ഇനി എം സ്ക്വയറിന് റൂട്ട് എടുത്താലും അത് എം എന്താ കിടക്കും. ஸோ அதாவது இங்கே எம் கேன்சல் ஆகாது. அப்போ எம் கேன்சல் ஆகாது மீன்ஸ் ஆப்ஷன் ஏ கண்டிப்பாக வராது. காரணம் டைமென்ஷன் ஆஃப் லெங்த் இஸ் எல் மட்டும் தான் இருக்கு. அப்போ ஆப்ஷன் ஏ தான் இருந்தாலும் வராது. ஸோ உங்களுக்கு இதே மாதிரி ஆப்ஷன் பியும் ஆப்ஷன் சியும் ஆப்ஷன் டியும் நான் இப்போ சப்ஸ்டியூட் பண்ணுற மாதிரி சால்வ் பண்ணால் ஆன்சர் கிடைக்கும். ஸோ கொஸ்டின் நம்பர் 6 உங்களால் சால்வ் பண்ண முடியும். ஸோ கோயிங் டு தி கொஸ்டின் நம்பர் 7. 7ലേക്ക് വരുമ്പോൾ given that T stands for time period and L stands for length of simple pendulum. If G is accelerated to gravity, then which of the following statement about the relation T square is equal to L by G is correct? T square time period. അപ്പോൾ നമുക്ക് തെരിഞ്ഞ വിഷയം for a simple pendulum time period T is equal to 2 pi into root of L by G ആണ്. ഇங்கே T square ആണ്. Therefore T square is equal to 4 pi square into L by G is the equation. ഇനി ഓപ്ഷൻസിലേക്ക് വരാം. ഓപ്ഷൻസിലേക്ക് വന്നാൽ it is correct both in dimensionally as well as numerically. കാരണം ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. കാരണം നിങ്ങൾ പറയുക ഈ ടി സ്ക്വയർ ഈ 4 പൈ സ്ക്വയർ ഡയമെൻഷൻ ഇല്ല. സോ ഡയമെൻഷൻ വൈസ് എഴുതുമ്പോൾ ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ ഈ സെയിം ആസ് ദാറ്റ് ഓഫ് എൽ ബൈ ജിയുടെ ഡയമെൻഷൻ. സോ ഡയമെൻഷനലി കറക്റ്റ് ആണ്, ബട്ട് ന്യൂമറിക്കലി കറക്റ്റ് അല്ല. ന്യൂമറിക്കലി കറക്റ്റ് ആയിരുന്നാൽ ഇങ്ങനെ ഒരു 4 പൈ സ്ക്വയർ എക്സ്ട്രാ വരണം. സോ ഓപ്ഷൻ എ അതായത് തപ്പാണ്. ഓപ്ഷൻ എ വരാതെ. ഇത് നെയ്തർ ഡയമെൻഷനലി കറക്റ്റ്, ഡയമെൻഷനലി കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ബി തപ്പാണ്. It is dimensionally correct but not numerically. That is the accurate answer. Okay. It is numerically correct at the part. So option C is the right answer. Clear? Next question like varam. Next question number 8 like varimbo. The time dependence of a physical quantity P is given by P is equal to P0 e raised to minus alpha t square. നമുക്ക് தெரியும் ഇതേ മാതിരി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിലാണ് വരുമ്പോൾ അതിന് ഡയമെൻഷൻ ഫോർമുല ഉണ്ട്. e raised to വാല്യൂ വന്നാൽ ഇതൊരു നമ്പർ ആണ്. ആക്ച്വലി ദിസ് ഈസ് നമ്പർ. but number actually dimension formula illa namukku theriyum. Ini where alpha is a constant and t is time, then alpha evlo ennu kandupidikkanam. Appo actually inge ullathu e raised to p is equal to p is equal to p0 e raised to minus alpha t square ആണ്. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിലൊക്കെ വരുമ്പോൾ ഈ ടേം എന്നതാണ് ദിസ് ഈസ് എ നമ്പർ da varum. അപ്പോൾ നമ്പറിന് ഡയമെൻഷൻ ഉണ്ടാകില്ല. അതായത് ആൽഫ ടി സ്ക്വയറിന് ഡയമെൻഷൻ വരക്കൂടാതെ നോ ഡയമെൻഷൻ എന്താ വരണം, നോ ഡയമെൻഷൻ വരക്കൂടാ. അതായത് ഇവിടെ ടി സ്ക്വയർ ടൈം, അപ്പൊ ടൈമിന്റെ ഡയമെൻഷൻ ഫോർമുല ടി. അപ്പൊ ഈ ഒരു ടേമിന് ആക്ച്വലി ഈ ഒരു ടേമിന് എന്നത് വരും ടി സ്ക്വയറിന് ഡയമെൻഷൻ വരും. അപ്പൊ ആൽഫയ്ക്ക് ഡയമെൻഷൻ ഈ ടി സ്ക്വയറിനെ ക്യാൻസൽ ചെയ്യണം. സോ ആൽഫ ഡയമെൻഷൻ എവിടെ വരണം? അപ്പൊ ടി റൈസ് ടു -2. ആ ടി റൈസ് ടു -2 വന്നാൽ പറ്റുന്ന ഇത് രണ്ടും ക്യാൻസൽ ആവും, നോ ഡയമെൻഷൻ കിടക്കും. അപ്പൊ therefore the dimension formula of alpha and the dimension formula of alpha is t raised to -2 എന്ന് കിടക്കും.
അപ്പോൾ ഇങ്ങനെ ഓപ്ഷനിലേക്ക് വന്നാൽ ഓപ്ഷൻ சொல்லியிருக்கு ഡയമെൻഷൻലെസ് തപ്പാണ്. ഹാസ് ഡയമെൻഷൻ ഓഫ് t raised to -2 is the answer. So ഇങ്ങനെ ഓപ്ഷൻ ബി ദ റൈറ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ നമ്പർ 9ലേക്ക് വരുമ്പോൾ the density of a material CGS system of unit is 4 gram per centimeter cube. In a system of units in which unit of length ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുക unit of mass is 100 gram, the value of density of material. ഒരു ന്യൂ സിസ്റ്റം അവങ്ങളെ ചൊല്ലിയിരിക്കുക. ആ ന്യൂ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇതിനെ മാത്രം ഈ 4 gram per centimeter cube മാത്രം, അതായത് യൂണിറ്റിന്റെ കൺവേർഷൻ ആണ്. അപ്പോൾ കൺവേർഷൻ നമുക്ക് தெரியும். കൺവേർഷൻ വരുമ്പോൾ എന്നാ பண்ணா போகுது is n1 u1 is equal to n1 u1 is equal to n2 u2 എന്ന് பண்ணா போகுது. സോ ഇങ്ങ n1 ഫസ്റ്റ് സിസ്റ്റം ആണ്. അങ്ങേ ഉള്ള വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ട് it is 4 gram per centimeter. അപ്പോൾ 4 എന്ന് എഴുതിയാൽ പോതും. ഇനി u1 ആക്ച്വലി gram per centimeter ക്യൂബിന്റെ ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി ഡയമെൻഷൻ ഫോർമുല ഡെൻസിറ്റി is mass by volume, that is mass to dimension formula m, volume l cube, that is m l raised to -3 എന്ന് കിടക്കും. സോ ഫസ്റ്റ് സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ m1 l1 raised to -3 is equal to n2 ദാ കണ്ടുപിടിക്കണം. ന്യൂ സിസ്റ്റത്തിലെ വാല്യൂ ദാ കണ്ടുപിടിക്കണം n2 into u2 അങ്ങേയും ഡെൻസിറ്റി ആണ്. സോ m2 l2 raised to -3. സോ n2 കണ്ടുപിടിച്ചാൽ n2 is equal to 4 into m1 divided by m2 into l1 divided by l2 the whole raised to -3 എന്ന് വരും. സോ ഇങ്ങനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ that is equal to, so 4 into m1 is actually first system CGS system ആണ്. സോ അങ്ങ് m1 1 gram ആണ്. ഇനി m2 ന്യൂ സിസ്റ്റം ആണ്. ന്യൂ സിസ്റ്റത്തിൽ മാസ് 100 gram. സോ 100 gram into l1 CGS system അങ്ങ് 1 centimeter, l2 ന്യൂ സിസ്റ്റം അങ്ങ് എவ்வளோ 10 centimeter, that is 10 centimeter the whole raised to -3 എന്ന് വരും. സോ ഇങ്ങനെ gram സെന്റിമീറ്റർ ക്യാൻസൽ ആവും. that is equal to 4 into 1/100 മേലെ വരുമ്പോൾ 10 raised to -2 ആകും. 1/10 raised to കീഴെ ഇങ്ങനെയുള്ളത് 1/10 ആണ്, raised to -3 ആണ്. 10 raised to -3 അത് മേലെ വരുമ്പോൾ 10 raised to 3 ആവും. that is equal into 10 raised to 3, that is equal to 4 into 10 raised to -2, 10 raised to 3 is 10 എന്ന് കിടക്കും. that is equal to 14 ആൻസർ. അപ്പോൾ n2 ന്റെ വാല്യൂ ആക്ച്വലി 40 എന്ന് പറയണം. ഡയറക്റ്റ് ആയിട്ട് ആൻസർ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയറോ? സോ ക്വസ്റ്റ്യൻ നമ്പർ 9 ഓക്കെ ആണെന്ന് നിனைக்கிறேன். സോ ഗോയിങ് ടു ദി ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് വരാം. Given that y is equal to a sin omega t plus bt plus ct square cos omega t, the unit of ABC is same as that of. അപ്പോൾ ABC യുടെ യൂണിറ്റ് ഇതാ കണ്ടുപിടിക്കും. ഇപ്പോൾ യൂണിറ്റ് ആയിരുന്നാലും ഡയമെൻഷൻ ഫോർമുല ആയിരുന്നാലും നമുക്ക് തരും. ഇങ്ങനെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്താൽ പോകും. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഇക്വേഷൻസ് എന്നത് அதாவது ரெண்டு குவாண்டிட்டிஸ் ஆட் பண்ணும்போதா இருந்தாலும் சப்ஸ்ட்ராக்ட் பண்ணும்போதா இருந்தாலும் அவங்களோட டைமென்ஷன் ஃபார்முலா சேம் ஆகணும். ദാറ്റ് ഈസ് എ മാറ്റർ ഓഫ് കോമൺ സെൻസ്. അതായത് ഇപ്പോൾ എന്നോട് കയ്യിൽ 10 ആപ്പിൾ ഉണ്ട്, ഇനിയൊരാളുടെ കയ്യിൽ 5 ആപ്പിൾ ഉണ്ട്. സോ 10 ആപ്പിളും 5 ആപ്പിളും ചേർന്നാൽ 15 ആപ്പിൾ ഇതാ கிடைக்கும். അതേമാതിരി എന്നോട് കയ്യിൽ 10 ആപ്പിൾ ഉണ്ട്, ഇനിയൊരാളുടെ കയ്യിൽ 5 ഓറഞ്ച് ഇരുന്നാൽ അത് രണ്ടും കൂടെ ചേർത്ത് 15 ആപ്പിൾ ഓറഞ്ച് എന്ന് சொல்ல முடியாது. അതേ ഐഡിയ. അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റീസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ y is equal to a plus b or a minus b, a plus or minus b എന്ന് എഴുതണമെന്നാൽ ഈ y യുടെ ഡയമെൻഷൻ ഫോർമുലയും a യുടെ ഡയമെൻഷൻ ഫോർമുല ആൻഡ് b യുടെ ഡയമെൻഷൻ ഫോർമുല എന്നതാവണം, സെയിം ആവണം. ഇനി ഇങ്ങനെ ആക്ച്വലി സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എല്ലാം ഉണ്ട്. സൈൻ ഒമേഗ ടി എല്ലാം ഡയമെൻഷൻ ഫോർമുല ഉണ്ടാ ഇല്ല, കാരണം സൈൻ ഇപ്പോൾ സൈൻ 30, ഇപ്പോൾ ഇവിടെ ഈ ഒമേഗ ടിക്ക് ബദല 30 ആയിരുന്നാൽ ഇതിന്റെ ആൻസർ 1/2 എന്നാ കിടക്കും. 1/2 ഈസ് നമ്പർ, ഡയമെൻഷൻ ഫോർമുല ഇല്ല. കോസ് ഒമേഗ ടി എന്നതാണ്, അതുടെയും ഡയമെൻഷൻ ഫോർമുല ഇല്ല, കാരണം അത് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇനി അതല്ല ആംഗിൾ ആയിരുന്നാൽ, ആംഗിൾ വന്നാലും ഡയമെൻഷൻ ഫോർമുല ഇല്ല, അങ്ങേ ഉള്ളത് ഓൺലി യൂണിറ്റ് മട്ടും തായിരിക്കും. സോ ഏതാണെന്ന് ഇങ്ങനെ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ലോഗരിതം ഫംഗ്ഷൻ ഇതിലൊന്നും ഡയമെൻഷൻ ഫോർമുല കിടയാതെ. സോ നമുക്ക് ക്വസ്റ്റനിലേക്ക് ഇവിടെ എ ബി സി ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കണം. അപ്പോൾ മുതലേ നമുക്ക് എയും ബിയും സിയുടെയും ഡയമെൻഷൻസ് വേണം. സോ യൂണിറ്റ് കണ്ടുപിടിക്കണം. സോ ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെ ആക്ച്വലി ഇക്വേഷൻ പറയുക y is equal to ഇതാണ് ഇക്വേഷൻ. ദാറ്റ് മീൻസ് ഡയമെൻഷൻ ഓഫ് വൈയും ഡയമെൻഷൻ ഓഫ് എയും സെയിം ആയിരിക്കണം, കാരണം ഇങ്ങനെ സൈൻ ഒമേഗ ടിക്ക് ഡയമെൻഷൻ ഫോർമുല ഇല്ല. അതേമാതിരി ഡയമെൻഷൻ ഓഫ് വൈയും ഡയമെൻഷൻ ഓഫ് ബി ടി ബി ആൻഡ് ടി ബി ടി ഈ സെയിം ആയിരിക്കണം. ഡയമെൻഷൻ ഓഫ് വൈയും ഡയമെൻഷൻ ഓഫ് സി ടി സ്ക്വയറും സെയിം ആവണം, കാരണം കോസ് ഒമേഗ ടിക്ക് ഡയമെൻഷൻ ഫോർമുല ഇല്ല. അപ്പോൾ നമ്മുടെ ഡയമെൻഷൻ ഫോർമുല ഓഫ് എ കിടച്ചെടുക്കും. ഡയമെൻഷൻ ഫോർമുല മീൻസ് യൂണിറ്റ് എന്ന് യോജിച്ചാലും പോകും, ഒരു പ്രശ്നമില്ല. ഇനി ഇങ്ങനെ ഡയമെൻഷൻ ഓഫ് ബി കണ്ടുപിടിച്ചാൽ ഇറ്റ് ഈസ് y ബൈ ടി എന്ന് കിടക്കും. ഇങ്ങനെ ഡയമെൻഷൻ ഓഫ് സി കണ്ടുപിടിച്ചാൽ ആക്ച്വലി y ഡിവൈഡ് ബൈ ടി സ്ക്വയർ എന്ന് കിടക്കും. അപ്പോൾ എ ബി സി കണ്ടുപിടിക്കണം. എയുടെ വാല്യൂ y ആ, ബിയുടെ വാല്യൂ y ബൈ ടി,
ടിയുടെ വാല്യൂ y ബൈ ടി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നത് കിടക്കും y ക്യൂബ് ഡിവൈഡ് ബൈ ടി ക്യൂബ് എന്ന് കിടക്കും y ക്യൂബ് ബൈ ടി ക്യൂബ്. സോ ഓപ്ഷനിൽ ഇങ്ങനെ y ബൈ ടി ദ ഹോൾ ക്യൂബ് എന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് വന്നാൽ ഇഫ് എ ഫോഴ്സ് എഫ്, ആക്സിലറേഷൻ എ ആൻഡ് എ ടൈം ടി ആർ ചൂസൺ ആസ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് എനർജി. എനർജി ഡയമെൻഷൻ കണ്ടുപിടിക്കണം. സോ നമുക്ക് തരും ഇതേമാതിരി വരുമ്പോൾ നമ്മൾ നോർമൽ മെത്തേഡിലേക്ക് പോകണം. എനർജി പ്രൊപ്പോർഷണൽ ടു എം റൈസ് ടു എ, എൽ റൈസ് ടു ബി, ടി റൈസ് ടു സി, ഇതെല്ലാം നമ്മൾ പോണാൽ ரொம்ப ടൈം ആവും കണ്ടുപിടിക്കരുത്. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാൻ തേവയില്ല. അത് മറ്റും അല്ലെങ്കിൽ പറയുക ഫോഴ്സ്, ആക്സിലറേഷൻ, ടൈം താ കൊടുത്തിട്ട്. അപ്പൊ ആക്ച്വലി നമുക്ക് ഈസി ആയിട്ട് ഓപ്ഷൻ വെച്ച് കണ്ടുപിടിക്കണം. സോ ഓപ്ഷൻ വെച്ച് കണ്ടുപിടിക്കുമ്പോൾ സോ ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഉള്ളത് ഫോഴ്സ് ആണ്. ഫോഴ്സ് ഡയമെൻഷൻ ഫോർമുല എം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനർജിയുടെ കണ്ടുപിടിക്കണം. എനർജി ഡയമെൻഷൻ ഫോർമുല എന്നതാണ് എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു എന്ന് തെരിഞ്ഞ വാല്യൂ ആണ്. ഇനി ഫോഴ്സ് ഡയമെൻഷൻ ഫോർമുല എം എൽ ടി റൈസ് ടു മൈനസ്. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ എ ചെക്ക് ചെയ്യുമ്പോൾ എം എൽ ടി റൈസ് ടു മൈനസ് വൺ. ആക്സിലറേഷൻ എൽ ടി റൈസ് ടു മൈനസ് ടു ആണ്. ഇവിടെ അത് ഹോൾ റൈസ് ടു മൈനസ് വൺ ഉണ്ട്. ഇനി ഒരു ടി ഉണ്ട്. അപ്പോൾ ഇത് പ്രൊസീഡ് ചെയ്യുമ്പോൾ എം എൽ ടി റൈസ് ടു മൈനസ് ടു, എൽ റൈസ് ടു മൈനസ് വൺ, ടി റൈസ് ടു മൈനസ് ടു ദ ഹോൾ റൈസ് ടു മൈനസ് വൺ ഈസ് ടി സ്ക്വയർ എന്ന് വരും ഇൻറ്റു ടി. അപ്പോൾ എങ്കിൽ ആക്ച്വലി ആൻസർ വിച്ച് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എൽ ഇൻറ്റു എൽ റൈസ് ടു മൈനസ്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആവും. അപ്പോൾ ക്യാൻസൽ ആയ എല്ലിന് ടേം ഇല്ല. സോ ഓപ്ഷൻ എ വരാതെ. സോ ഓപ്ഷൻ എ ഏതായിരുന്നാലും വരാതെ. ഇനി ഓപ്ഷൻ ബി ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഫസ്റ്റ് ഫോഴ്സ് ആണ്. ഫോഴ്സ് ഡയമെൻഷൻ ഫോർമുല എം എൽ ടി റൈസ് ടു മൈനസ് ടു, ആക്സിലറേഷൻ എൽ ടി റൈസ് ടു മൈനസ് ടു, ടൈം ടി ആണ്. സോ ഇங்கே എം എൽ ഇൻറ്റു എൽ എൽ സ്ക്വയർ, ബട്ട് ടി റൈസ് ടു മൈനസ് ടു, സോറി ടി റൈസ് ടു മൈനസ് ടു ടി, നമ്മുടെ ടി റൈസ് ടു മൈനസ് വൺ എന്ന് വരും. ടി റൈസ് ടു മൈനസ് ത്രീ എന്താ വരും അല്ലേ. അപ്പൊ എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ത്രീ എന്ന് വരും. സോ ഇത് വരാം, കാരണം ടി റൈസ് ടു മൈനസ് ടു വരണം. നെക്സ്റ്റ് ഓപ്ഷൻ സി ഒന്ന് ചെക്ക് பண்ணலாம். ഓപ്ഷൻ സി ചെക്ക് பண்ணுമ്പോൾ ഫസ്റ്റ് ഉള്ളത് ആക്ച്വലി ഫോഴ്സ് ആണ് എം എൽ ടി റൈസ് ടു മൈനസ് ടു. രണ്ടാമത് ആക്സിലറേഷൻ എൽ ടി റൈസ് ടു മൈനസ് ടു. മൂന്നാമത് ടി സ്ക്വയർ ഉണ്ട്. സോ ഇങ്ങനെ ടി റൈസ് ടു മൈനസ് ടു ടി സ്ക്വയർ ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു എന്ന് കിടക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയറോ? അപ്പോൾ ഇതേമാതിരി ഓപ്ഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ പോലും നമ്മൾ ഓൾറെഡി നിറയെ ക്വസ്റ്റ്യൻസ് സോൾവ് பண்ணியிருக்கு. സോ ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് പോകാം. സോ ഇത് ക്വസ്റ്റ്യൻ വാസിക്ക് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് ദി ഡയമെൻഷൻ ഓഫ് ലെങ്ത് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഔട്ട് ഓഫ് സി ജി ഇ സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0. ഡയമെൻഷൻ ഓഫ് ലെങ്ത് தான் வரணும். സോ இங்க பாருங்க, ഈ ക്വസ്റ്റ്യൻ നമുക്ക് தெரியும். അതായത് വാട്ട് ഈസ് ദ മെത്തേഡ്? ഇങ്ങനെ ഈ ഓപ്ഷൻ എയും ബിയും സിയും ഡിയിൽ ഇരുന്ന് ഡയമെൻഷൻ ഓഫ് ലെങ്ത് ഉള്ള ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. ഡയമെൻഷൻ ഓഫ് ലെങ്ത് ആർക്ക് വരും? അപ്പൊ ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ഒന്ന് സിയും ജിയും ഇ സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 ആണ്. സി വാട്ട് ഈസ് സി? അത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. നമുക്ക് தெரியும் ഡയമെൻഷൻ ഫോർമുല എൽ ടി റൈസ് ടു മൈനസ് വൺ. ഇനി ജിയുടെ ഡയമെൻഷൻ ഫോർമുല നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിருக்கு എം റൈസ് ടു മൈനസ് വൺ ആൻഡ് എൽ ക്യൂബ് ടി റൈസ് ടു മൈനസ് ടു. എം റൈസ് ടു മൈനസ് വൺ, എൽ ക്യൂബ് ടി റൈസ് ടു മൈനസ് ടു. നെക്സ്റ്റ് ഡയമെൻഷൻ ഫോർമുല ഓഫ് ഇ സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0. அப்போ இ ஸ்கொயர் பை 4 பை எப்சிலோன் 0 ഈ ടേം ചെക്ക് பண்ணுங்க. இங்க ஆக்சுவலி இது பார்க்கும்போது உங்களுக்கு தெரியுது 1 by 4 pi epsilon 0. ഇവിടെ ഇ സ്ക്വയർ q1 into q2 by r square കൂളംസ് ലോ q1 into q2 by r square. അപ്പോൾ ഇங்கே അത് e1 into e2 അല്ലെങ്കിൽ e into e square by r square. നമുക്ക് ഇங்கே ആര് വേണം? e square divided by 4 pi epsilon 0 വേണം. അപ്പോൾ e square by 4 pi epsilon 0 കണ്ടുപിടിച്ചാൽ fr square എന്ന് കിടക്കും. f ന്റെ ഡയമെൻഷൻ ഫോർമുല mlt raised to minus 2. r square dimension formula l square, that is m l cube t raised to minus 2 എന്ന് കിടക്കും. അപ്പോൾ ഡയമെൻഷൻ ഫോർമുല e square by 4 pi epsilon 0 ക്കും കിടച്ചിருக்கு, that is equal to m l cube t raised to minus 2. അപ്പോൾ എല്ലാം കിടച്ചു കഴിഞ്ഞ് 1 by 1 ആയിട്ട് ഓപ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോതും. സോ ഫസ്റ്റ് ഓപ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓപ്ഷൻ എ ഒന്ന് ചെക്ക് பண்ண. ഞാൻ ഏതാവത് ഒരു ഓപ്ഷൻ மட்டும் ചെക്ക് பண்ணி காமிக்கிறேன். நீங்கள் அதோட ஆன்சர் கண்டுபிடிக்கணும். ഞാൻ ഓപ്ഷൻ എ மட்டும் ചെക്ക് பண்ணுறேன். So first term c square. C square means lt raised to minus 1 the whole square, that is l square t raised to minus 2. Dimension formula of g is m raised to minus 1 l cube t raised to minus 2. ഞാൻ ഈ g എഴുതുമ്പോൾ g ഡൗട്ട് ഇരുന്നാൽ f is equal to g m1 m2 by r square എന്ന് എഴുതണം. അപ്പോൾ അങ്ങേന്ന് g f r square by m1 into m2 എന്ന് കിടക്കും. So it is equal to m in dimension formula. Actually m in dimension formula എന്നതാണ്? m in dimension formula m ആണ്. Force dimension formula m lt raised to minus 2. m lt raised to minus 2,
ആർ സ്ക്വയർ എൽ സ്ക്വയർ ഡിവൈഡ് ബൈ എം സ്ക്വയർ എന്ന് വരും. സോ ഓരോ എം ക്യാൻസൽ ആവും. സോ ഈ കീഴെയുള്ള എം മേലെ വരുമ്പോൾ എം റൈസ് ടു -1 എല്ലും എൽ സ്ക്വയർ എൽ ക്യൂബ് ടി റൈസ് ടു -2. അതാണ് ഞാൻ ഡയറക്റ്റ് എഴുതിയിരിക്കുന്നത്. റെഡി? ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് ഇ സ്ക്വയർ ബൈ 4πε0 ദറ്റ് ഈസ് എം എൽ ക്യൂബ് ടി റൈസ് ടു -2 ബട്ട് അതിന് ഹോൾ റൈസ് ടു റൂട്ട് ഉണ്ട്, ദറ്റ് ഈസ് ഹോൾ റൈസ് ടു ഹാഫ്. അപ്പോൾ എങ്കിൽ എം റൈസ് ടു -1ഉം എമ്മും ക്യാൻസൽ ആവും. ഇവിടെ എൽ ക്യൂബും എൽ റൈസ് 6 റൂട്ടുക്ക് വെളിയിൽ വരുമ്പോൾ എൽ റൈസ് ടു 3 എന്താ വരും. ടി റൈസ് ടു -2 ടി റൈസ് ടു -2 റൂട്ടുക്ക് വെളിയിൽ വരുമ്പോൾ ടി റൈസ് ടു -2. ഇങ്ങനെ ഓൾറെഡി വെളിയിൽ എൽ സ്ക്വയറും ടി റൈസ് ടു -2 ഉണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതുമ്പോൾ. റെഡി? സോ എങ്കിൽ ടി റൈസ് ടു -2ഉം ടി റൈസ് ടു -2ഉം ക്യാൻസൽ ആകാതെ ടി റൈസ് ടു -4 എന്താ വരും. അപ്പോൾ നമുക്ക് ഏത് കിടക്കാതെ ഡയമെൻഷൻ ഓഫ് ലെങ്തിന് ഡയമെൻഷൻ ഓഫ് ലെങ്ത് കിടക്കണമെന്നാ ഈ ടി ക്യാൻസൽ ആവണം, എല്ല് മട്ടും എന്താ വരണം. സോ ഏതായിരുന്നാലും ഓപ്ഷൻ എ വരാതെ നിങ്ങൾ ഇതേമാതിരി ഓപ്ഷൻ ബിയും സിയും എല്ലാം ചെക്ക് പണി பார்த்துட்டு റൈറ്റ് ആൻസർ കമന്റ് ബോക്സിൽ போடுங்க. ക്ലിയർ? സോ ക്വസ്റ്റ്യൻ നമ്പർ 12 ക്ലിയർ ആണെന്ന് നിனைக்கிறேன். സോ നെക്സ്റ്റ് ഗോയിങ് ടു ദി ക്വസ്റ്റ്യൻ നമ്പർ 13. ഇ ജി ഡിനോട്ട്സ് എനർജി ആൻഡ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ദെൻ ഇ ബൈ ജി ഹാസ് ഡയമെൻഷൻ ഓഫ് ഇ ബൈ ജിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇ എന്നതാണ് എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 എനർജി ഡിവൈഡ് ബൈ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് എം റൈസ് ടു -1 എൽ ക്യൂബ് ടി റൈസ് ടു -2 എന്ന് വരും. ടി റൈസ് ടു -2 ക്യാൻസൽ ആവും. ഈ കീഴെയുള്ള എം മേലെ വരുമ്പോൾ കീഴെയുള്ള എം അങ്ങ് മേലെ വരുമ്പോൾ അത് എം ആവും, ദറ്റ് ഈസ് എം സ്ക്വയർ ആവും. ടോട്ടൽ എം സ്ക്വയർ എന്ന് വരും. ഇനി ഇവിടെ നിന്ന് എൽ സ്ക്വയറും ഒരു എൽ സ്ക്വയറും ക്യാൻസൽ ആയി, എൽ മേലെ വരുമ്പോൾ എൽ റൈസ് ടു -1 ടി ക്യാൻസൽ ആയി. ഇപ്പോൾ ടിക്ക് പവർ ഇല്ല, ദറ്റ് ഈസ് ടി റൈസ് ടു 0. That is equal to m square L raised to -1 t raised to 0. Option B is the right answer. Simple question. Now question number 14 ലേക്ക് വരുമ്പോൾ the velocity of a particle at a time t is given by v is equal to at plus b by t plus c where a, b, c are constant. The dimension of a, b, c കണ്ടുപിടിക്കണം. a, b, c are constant എന്ന് சொல்லுമ്പോൾ അത് ഡയമെൻഷണൽ കോൺസ്റ്റന്റ് ആണ് നമുക്ക് ഇങ്ങനെ ഐഡന്റിഫൈ பண்ண முடியும். So a, b, c ഡയമെൻഷൻ കണ്ടുപിടിക്കണം. So that is ഇങ്ങനെ ഉള്ളത് v is equal to dimension wise എഴുതുമ്പോൾ അപ്പുറം എഴുതാം. v is equal to equation at plus b by t plus c അല്ലേ. ഇത് എഴുതുമ്പോൾ നമ്മൾക്ക് தெரியும் കാര്യം എങ്കിൽ ആക്ച്വലി ടി പ്ലസ് സി എന്ന് എഴുതിയെടുക്കുക. രണ്ട് ക്വാണ്ടിറ്റീസ് ആഡ് பண்ணணும்னா അതിന്റെ ഡയമെൻഷൻ ഫോർമുല സെയിം ആവണം. അപ്പോൾ ഒരു വിഷയം ഡയറക്റ്റ് ആയിട്ട് கிடைக்கும். ഡയമെൻഷൻ ഓഫ് സി ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഡയമെൻഷൻ ഓഫ് ടി. ഡയമെൻഷൻ ഓഫ് ടി എന്നതാണ് ക്യാപിറ്റൽ ടി. അപ്പോൾ ആക്ച്വലി കോൺസ്റ്റന്റ് സിയുടെ ഡയമെൻഷൻ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചെടുക്കും. കോൺസ്റ്റന്റ് സിയുടെ ഡയമെൻഷൻ ഫോർമുല ടി എന്ന് கிடைக்கும். സോ ഓപ്ഷൻ ഡി ഡയറക്റ്റ് ആയ ആൻസർ கிடைக்கும். ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. അപ്പോൾ എൻട്രൻസിൽ ഇതുവരെയൊക്കെ സോൾവ് பண்ணா போதும். அதனால ഞാൻ மீதியுള്ളത് സോൾവ് பண்ணி കാണിக்கிறேன். ഈ നെക്സ്റ്റ് എഴുതുമ്പോൾ ഡയമെൻഷൻ ഓഫ് വി വെലോസിറ്റിയും ഡയമെൻഷൻ ഓഫ് എ ടിയും സെയിം ആയിരിക്കും അല്ലേ. വിയും എ ടിയും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് വി എൽ ടി റൈസ് ടു -1. ഡയമെൻഷൻ ഓഫ് എ കണ്ടുപിടിക്കണം. ഡയമെൻഷൻ ഓഫ് ടി മീൻസ് ക്യാപിറ്റൽ ടി. അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ ഡയമെൻഷൻ ഓഫ് എ എന്നത് വരും. ദാറ്റ് ഈസ് എ കണ്ടുപിടിച്ചാൽ ദാറ്റ് ഈസ് എൽ ടി റൈസ് ടു -2 എന്ന് വരും. ടി ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ടി റൈസ് ടു -1 ആവും. എൽ ടി റൈസ് ടു -2. അപ്പോൾ എൽ ടി റൈസ് ടു -2 അത് ഓപ്ഷൻ ഡി ഓൾറെഡി കിടച്ചതാണ്. എൽ ടി റൈസ് ടു -2. ഇനി ഡയമെൻഷൻ ഓഫ് ബി വേണമെന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ ഡയമെൻഷൻ ഓഫ് വിയും ഡയമെൻഷൻ ഓഫ് ബി ബൈ ടി പ്ലസ് സിയും സെയിം ആവണം അല്ലേ. ഡയമെൻഷൻ ഓഫ് ബി ബൈ ടി പ്ലസ് സി ഇതിൽ ഓൾറെഡി ടി പ്ലസ് സി നമുക്ക് തരും. ടിയും സിയും ആഡ് பண்ணிருக்கு. സോ അത് സെയിം ആവണം. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കും ടിയാ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ബി ഇതാ കണ്ടുപിടിക്കണം. ടി പ്ലസ് സി രണ്ടും ടൈം ആണ്. അപ്പോൾ ടൈമിന്റെ ഡയമെൻഷൻ ഫോർമുല ടി എന്ന് എഴുതിയാൽ പോകും. രണ്ടും ടി പ്ലസ് ടി 2t ദാറ്റ് ഈസ് ടി എന്ന് എഴുതിയാൽ പോകും. ഡയമെൻഷൻ ഓഫ് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഡയമെൻഷൻ ഫോർമുല എൽ ടി റൈസ് ടു -1. സോ ടി ഇങ്ങനെ ക്രോസ് ചെയ്താൽ ഡയമെൻഷൻ ഓഫ് ബി എന്നത് വരും. എൽ ടി റൈസ് ടു -1 ഇൻറ്റു ടി എന്ന് വരും. സോ ടി ക്യാൻസൽ ആയി എൽ എന്ന് കിടക്കും. സോ ഡയമെൻഷൻ ഫോർമുല ഓഫ് ബി ഈസ് എൽ. സോ ഓപ്ഷൻ ഡി ഓൾറെഡി നമ്മൾ ഐഡന്റിഫൈ ചെയ്താണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. എൽ ടി റൈസ് ടു -1 എൽ ടി. ക്ലിയറോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15ലേക്ക് വന്നാൽ ദ വോളിയം ഓഫ് എ സ്ഫിയർ കൊടുത്തിരിക്ക്. ദ വോളിയം ഓഫ് എ സ്ഫിയർ കൊടുത്തിരിക്ക്. ദ വോളിയം ഓഫ് സച്ച് 25 സച്ച് സ്ഫിയേഴ്സ് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു സ്ഫിയറിന്റെ വോളിയം 1.76. അതേമാതിരി 25 സ്ഫിയർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എവ്വളോ വോളിയം ആச்சு 25 ഇൻറ്റു. അപ്പോൾ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കുമ്പോൾ അല്ലേ ദ വോളിയം ഓഫ് ടോട്ടൽ വോളിയം കണ്ടുപിടിച്ചാൽ 25 ഇൻറ്റു 1.76. അപ്പോൾ നിങ്ങൾ പറയുക ഇങ്ങനെ ഇതിൽ നല്ല ഐഡന്റിഫൈ പണെങ്കിൽ 1.76 ആണ് വോളിയം. വോളിയം മീൻസ് ദിസ് ഇസ് എ മെഷേർഡ് വാല്യൂ. ഈ 25 മെഷേർഡ് വാല്യൂ അല്ല, നമ്മൾ കൗണ്ട് ചെയ്ത വാല്യൂ മീൻസ് ഇപ്പോൾ ഈ 25ന് ബദല 10 സ്ഫിയർ എന്ന 10 ആണ്. അത് 10.1 ആകാതെ
25 ஸ்பியர் மீன்ஸ் அது 25.1 ஸ்பியர் എന്ന് சொல்ல முடியுமா? இல்ல. 24.9 സ്പിയർ എന്ന് சொல்ல முடியுமா? இல்ல. அதாவது இங்க நமக்கு அன்சர்டனிட்டி இல்ல. இதெல்லாம் 100% கான்ஃபிடன்ட். കാരണം ഇതെല്ലാം 100% കോൺഫിഡൻസ് മീൻസ് അങ്ങേ റിലയബിൾ ഡിജിറ്റും അൺസർട്ടൺ ഡിജിറ്റും ഇല്ല, എല്ലാം റിലയബിൾ ആണ്. അപ്പൊ അങ്ങേ അതായത് ഈ കേസിൽ വരുമ്പോൾ ഈ 25 ആക്ച്വലി 100% ഷുവർ ആണ്. സോ ഇங்கே നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഇൻഫിനിറ്റി ആണ്. കാരണം 25 അതിനകത്ത് എന്താ വിധமான ഡൗട്ടും ഇല്ല. വാട്ട് ഈസ് സിഗ്നിഫിക്കന്റ് ഫിഗർ? സിഗ്നിഫിക്കന്റ് ഫിഗറിന് റിലയബിൾ ഡിജിറ്റ് പ്ലസ് ഫസ്റ്റ് അൺസർട്ടൺ ഡിജിറ്റ്. 25നെ പുറത്ത് എല്ലോ 100% കോൺഫിഡന്റ് ആയ ഡിജിറ്റ്. സോ അവങ്ങളെ പുറത്ത് அதோட சிக்னிஃபிகன்ட் ஃபிகர் எடுத்தப்போ இன்ஃபினிட் ആണ്. இப்போ இங்கே மட்டும் இல்லை, உங்களுக்கு தெரியும். இப்போ ஏரியா ஆஃப் a right angle triangle. What is area of right angle triangle? That is half BH. ഈ ഹാഫ് ബി എച്ചിൽ ഇங்கே ഹാഫ് മീൻസ് 0.5 ആണ്. അപ്പൊ ഇതൊരു സിഗ്നിഫിക്കന്റ് ഫിഗർ എന്നതാണ്, ഇൻഫിനിറ്റി ആണ്. കാരണം വോളിയം കണ്ടുപിടിക്കുമ്പോൾ ഈ 0.4 ബി എച്ചിന് ബദല 0.49 സെറ്റ് ആകാതെ 0.51 സെറ്റ് ആകാതെ. സോ ഇതെല്ലാം സെറ്റ്. അപ്പൊ അവിടെ ഫിക്സഡ് ആണ്, ഈ വാല്യൂയിൽ എന്താ ഡൗട്ടും ഇല്ല. அதாவது அப்படிப்பட்ட வேல்யூஸ் வரும் நமக்கு தெரியும். அங்கே வரும்போது அவங்களோட சிக்னிஃபிகன்ட் ஃபிகர் இன்ஃபினிட் ஆகும். அப்போ ഇതിന് ഇൻഫിനിറ്റ് ആണ്. இதோட സിഗ്നിഫിക്കന്റ് ഫിഗർ നമുക്ക് தெரியும். ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ മൊത്തം 3 എണ്ണം ഉണ്ട്. ഇത് നമുക്ക് தெரிஞ்ச വിഷയം എന്താണ്? രണ്ട് ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരുന്നാലും ഡിവൈഡ് ചെയ്യുമ്പോഴായിരുന്നു, ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും നമ്മൾ ചെക്ക് பண்ண വേണ്ടിയത് എന്താണ്? മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗറിലേക്ക് ഫൈനൽ ആൻസറെ കൊണ്ടുവരണം. അപ്പോൾ ഫൈനൽ ആൻസറെ കൊണ്ടുവരാൻ വേണ്ടിയത് മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ എപ്പോഴാണ്? ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ. എന്നാൽ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുമ്പോഴും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസിലേക്ക് കൊണ്ടുവരണം. അതിന്റെ കോൺസെപ്റ്റ് എന്നതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് பண்ணതാണ്. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് மட்டும் தான் എക്സ്പ്ലെയിൻ பண்ண പോകുന്നത്. ക്ലിയർ? അപ്പോൾ ക്വാണ്ടിറ്റീസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗറിലേക്ക് ആൻസർ കൊണ്ടുവരണം. ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുമ്പോഴും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസിലേക്ക് കൊണ്ടുവരണം. സോ ഇங்கே നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇங்கே മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഈ ഫസ്റ്റ് ക്വാണ്ടിറ്റി 25 ഇൻഫിനിറ്റ് ആണ്. രണ്ടാമത്തെ ക്വാണ്ടിറ്റിയിൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ. അപ്പോൾ മിനിമം നമ്പർ 3 ആണ്. ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കും. ഞാൻ ഇതിനെ ആക്ച്വലി മൾട്ടിപ്ലൈ பண்ண தேவையில்லை. ഫൈനൽ ആൻസറിൽ ആക്ച്വലി 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഇതാ വരണം. അപ്പോൾ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ വരണം. സോ ഓപ്ഷൻ ഡി വരുമോ? വരാതെ. കാരണം അങ്ങേ 4 ഉണ്ട്. ഓപ്ഷൻ സിയിൽ 2 ഇതാ ഇരിക്ക്. ഓപ്ഷൻ ബി ഇതാ വരും. കാരണം ഓപ്ഷൻ ബിയിൽ 1 2 3 ഇത് ട്രയൽ ഇത് ഡെസിമൽ പോയിന്റിന് അപ്പുറമുള്ള 0 ആണ്. സോ ദാറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ്. സോ ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എയും വരാം. ക്ലിയർ അല്ലേ? am I correct? സോ ഐ തിങ്ക് ക്വസ്റ്റ്യൻ നമ്പർ 15 ക്ലിയർ ആണെന്ന് നിனைக்கிறேன். ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16ലേക്ക് വന്നാൽ the mass of a box is measured by a Grosser's balance is 2.3 kilogram. ഓക്കെ, ഒരു ബോക്സിന്റെ മാസ് കൊടുത്തിട്ട് 2 ഗോൾഡ് പീസസ്. ഒന്നാമത്തെ മാസ് 20.15 ഗ്രാം, രണ്ടാമത്തെ മാസ് 20.17 ഗ്രാം are added to the box. What is the total mass of the box and a difference in the mass of the pieces of the correct pieces of the pieces to correct in significant figure. അപ്പോൾ ഇത് significant figure ബേസ് പെയിനുള്ള ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഉള്ളത് ഇവിടെ ടോട്ടൽ മാസ് ആണ് ഫസ്റ്റ് കൊടുത്തത്. അപ്പോൾ ടോട്ടൽ മാസ് മീൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. 2.3 കിലോഗ്രാം ബോക്സിനുണ്ട്. പ്ലസ് നെക്സ്റ്റ് ഉള്ളത് ഗോൾഡ് പീസ് ആണ്. അതിന്റെ മാസ് 20.15 ഗ്രാം അല്ല കിലോ. അപ്പൊ ഇൻറ്റു 10⁻³ പ്ലസ് മൂന്നാമത്തത് 20 മൂന്നാമത്തെ ക്വാണ്ടിറ്റി എഴുതുമ്പോൾ ദാറ്റ് ഈസ് 20 പ്ലസ് 20.17 അത് ഗ്രാം ആണ്. ഇൻറ്റു 10⁻³ കിലോഗ്രാം. അപ്പൊ അതെല്ലാം കിലോഗ്രാമിലേക്ക് മാറ്റിയിരിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ ചൊല്ലിയിരിക്കും. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ റൂൾ എന്നതാണ്? ആഡ് ചെയ്യുമ്പോൾ ഉള്ള റൂള് ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസിലേക്ക് ആൻസർ കൊണ്ടുവരണം. അപ്പൊ ഇங்கே நீங்க செக் பண்ணுங்க. இங்கே ஆக்சுவலி டெசிமல் பிளேஸ் ഇവിടെ ഞാൻ 10⁻³ ഇங்கே മൾട്ടിപ്ലൈ ചെയ്താൽ ഇന്നും ഡെസിമൽ പ്ലേസ് അധികമാവും. ഈ 10⁻³ മൾട്ടിപ്ലൈ ചെയ്താൽ ഡെസിമൽ പ്ലേസ് ഇന്നും അധികമാവും. അപ്പൊ ഇங்கே ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് ഇതാ ഈ 2.3 ദാറ്റ് ഈസ് ഒരു ഡെസിമൽ പ്ലേസ് മറ്റുന്നതായിരിക്കും. ഇங்கே ഓൾറെഡി 2 ഇருக்கு. ഇനി മൾട്ടിപ്ലൈ ചെയ്താൽ ഇന്നും അധികമാവും. ഇത് 17 ഇருக்கு. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇന്നും അധികമാവും. അപ്പൊ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് ഉള്ളത് ആർക്കാ? 2.3. അപ്പോൾ ഫൈനൽ ആൻസറിൽ ഒരേ ഒരു ഡെസിമൽ പ്ലേസ് മറ്റെന്താ വരണം. സോ ഫൈനൽ ആൻസർ കണ്ടെയ്ൻസ് ഓൺലി 1 ഡെസിമൽ പ്ലേസ്. നമുക്ക് ചെക്ക് ചെയ്യാം. സോ இங்கே ഓപ്ഷൻ എ വരാതെ ഓപ്ഷൻ ബി വരലാം, ഓപ്ഷൻ ഡി വരലാം. ഓപ്ഷൻ ബിയിലും ഒരു ഡെസിമൽ പ്ലേസ് ഒരേ ഒരു ഡെസിമൽ പ്ലേസ് ഓപ്ഷൻ. ഇനി ഓപ്ഷൻ സി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും എലിമിനേറ്റ് பண்ணலாம். ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് ദ മാസസ് ഓഫ് ദി പീസ്. അപ്പൊ ഇங்கே ദ ഡിഫറൻസ് ഇൻ ദ മാസ് ഓഫ് ദി പീസ്. അപ്പൊ ഡിഫറൻസ് കണ്ടുപിടിക്കണം. സോ ഒരു മാസ് 20 പീസിന്റെ മാസ് ആണ്. സോ ഒരു പീസിന്റെ മാസ് 20.17, ഇനിയൊരു മാസ് 20.15. കാരണം 2 ഗ്രാമിലാണ്. അപ്പോൾ അതിന് കൺവേർട്ട് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നിങ്ങൾ പാരുங்க
ഇത് രണ്ടുപേർക്കും ഡെസിമൽ പ്ലേസ് സെയിം ആണ്. ഇங்கே 2 ഡെസിമൽ പ്ലേസ്, ഇங்கே 2. അപ്പൊ രണ്ടുപേർക്കും ഡെസിമൽ പ്ലേസ് ഇതുക്കും 2 താ, ഇതുക്കും 2 താ. അപ്പൊ ഫൈനൽ ആൻസറിലും 2 ഡെസിമൽ പ്ലേസ് താ വരണം. സോ ഫൈനൽ ആൻസറിൽ 2 ഡെസിമൽ പ്ലേസ് വരണം. സോ ഇங்கே ഓപ്ഷൻ ബി പാരുங்க, ഓപ്ഷൻ ബിയിൽ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. ഇங்கே ഓപ്ഷൻ ഡിയിൽ ഡെസിമൽ പ്ലേസ് എതുവുമേ ഇല്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? ஸோ ஆக்சுவலி இங்கே நீங்கள் ஆட் பண்ணணும்னு அவசியம் இல்லை. ஆனால் நீங்கள் இதே மாதிரி உள்ள நம்பர்ஸ் உங்களால் ஆட் பண்ண முடியும்னு உங்களுக்கு தெரியும். நமக்கு இங்கே சிக்னிஃபிகண்ட் ஃபிகர்ன்ற ஐடியா தெரியுமா, ரவுண்டிங் ஆஃப் தெரியுமா, அது மட்டும் கொஸ்டின். ஸோ அதனால நீங்கள் சும்மா ஆட் பண்ணி டைம் வேஸ்ட் பண்ண கூட ஜஸ்ட் சிக்னிஃபிகண்ட் ஃபிகர் சாரி ஆப்ഷൻ மட்டுം ചെക്ക് ചെയ്താൽ പോതും. ക്ലിയറോ? സോ ക്വസ്റ്റ്യൻ നമ്പർ 17ലേക്ക് വരുമ്പോൾ ദ ഏരിയ ഓഫ് റെക്ടാങ്കുലർ ഫീൽഡ് ഓഫ് ലെങ്ത് ക്വസ്റ്റ്യനിലുണ്ട് ദറ്റ് ഈസ് ഈക്വൽ ടു 55.3 മീറ്റർ. അതിന്റെ ബ്രെഡ്ത്ത് ഉണ്ട്. ആഫ്റ്റർ റൗണ്ടിങ് ഓഫ്, അപ്പൊ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ റൗണ്ട് ഓഫ് ചെയ്ത് കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റൽ വാല്യൂ വേണം. അപ്പൊ നിങ്ങൾ ഇങ്ങേയും ആക്ച്വലി മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ആവശ്യമില്ല. 55.3 ഈസ് ദ ലെങ്ത് ആൻഡ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. 25 മീറ്റർ ഈസ് ദ ബ്രെഡ്ത്ത്. രണ്ടും മീറ്ററിലാണ്. സോ അതോടെ ഇതാണ് ഏരിയ. അപ്പൊ ഏരിയ ഇതേമാതിരി മൾട്ടിപ്ലൈ பண்ணலாம். പക്ഷെ ഞാൻ சொல்லியிருக்கேன் மல்டிப்ளை பண்ண உங்களுக்கு தெரியுமான்னு ஒரு கொஸ்டினே வராது. உங்களுக்கு ரவுண்டிங் ஆஃப் தெரியுமான்னு மட்டும் ആണ്. സോ നിങ്ങൾ പറയുക മൾട്ടിപ്ലൈ பண்ணும்போதுള്ള റൂൾ എന്നതാണ്, ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗറിലേക്ക് കൊണ്ടുവരണം. സോ ഇங்கே 25 എന്നതാണ് മെഷേർഡ് വാല്യൂ. അപ്പൊ ഇത് മെഷേർഡ് വാല്യൂ ആണ്. മുന്നാടി വന്ന 25 ഫിക്സഡ് നമ്പറാണ്. ക്ലിയർ? അപ്പൊ ഇത് മെഷേർഡ് വാല്യൂ ആവുമ്പോൾ ഇതാ ഈ ഫസ്റ്റ് വാല്യൂവിൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. 1, 2, 3. ഇതിൽ 2 സിഗ്നിഫിക്കന്റ് ഫിഗർ. അപ്പോൾ ഫൈനൽ ആൻസറിലും ഈ 2 ഇതാ വരണം. ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗറിലേക്ക് കൊണ്ടുവരണം. അപ്പൊ 2 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ള ആൻസർ. സോ ഓപ്ഷൻ എയിൽ 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. ഓപ്ഷൻ ബിയിൽ 5 ഉണ്ട്. ഓപ്ഷൻ സിയിൽ 2 ഇതായിരിക്കും. കാരണം 10 to the power വന്നാൽ അത് സിഗ്നിഫിക്കന്റ് അല്ല. സോ ഓപ്ഷൻ സി കറക്റ്റാ. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ അങ്ങേ 3 ഉണ്ട്. സോ ഓപ്ഷൻ ഡി വരാതെ. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ബട്ട് ഓപ്ഷൻ സി നിങ്ങൾ ചെക്ക് பண்ணும் ആക്ച്വലി ഓപ്ഷൻ സി കറക്റ്റ് സയന്റിഫിക് നൊട്ടേഷനിൽ കിടயாது. ഇത് ഇപ്പൊ ഈ ആൻസർ കറക്റ്റ് ആണ്. ആൻസറിൽ എന്ന വ്യത്യാസമില്ല 2 സിവിൽ. ബട്ട് ഇതേമാതിരി എഴുതാൻ முடியுമോ? സയന്റിഫിക് നൊട്ടേഷനിൽ എഴുതുമ്പോൾ a × 10⁻⁵ എന്ന് എഴുതണം. എയുടെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 1 and 10 ഇതാ വരണം. ഇங்கே ഉള്ളത് പാരുங்க 14. അപ്പൊ ഇൻ ബിറ്റ്വീൻ 1 and 2 എന്ന് എഴുതുമ്പോൾ ഇங்கே കറക്റ്റ് 1.4 × 10⁻³ എന്താ കറക്റ്റ് എഴുതണം. സോ ഇതാണ് കറക്റ്റ് റെപ്രസെന്റേഷൻ. അപ്പോഴും വ്യത്യാസമില്ല പാരുங்க. ഫൈനൽ ആൻസർ ഓൺലി 2 സിഗ്നിഫിക്കന്റ് ഫിഗർ. ഇങ്ങേയും 2 ആണ്. ഫൈനൽ ആൻസറിലും 2 സിഗ്നിഫിക്കന്റ് ഫിഗർ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയറോ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18ലേക്ക് വന്നാൽ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഓഫ് ദി സിഗ്നിഫിക്കന്റ് ഫിഗർ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദൈവങ്ങളെ സബ്സ്ട്രാക്ട് പണി ഇருக்கு. ആഡ് ചെയ്യുമ്പോഴും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും நம்ம ഫൈനൽ ആൻസറിൽ நம்ம ആഡ് പண்றதுக்கு യൂസ് பண்ண അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് പண்றதுக்கு യൂസ് பண்ண നമ്പറുടെ ലീസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസിലേക്ക് കൊണ്ടുവരണം. സോ ഫസ്റ്റ് നമ്പറിൽ 2 ഡെസിമൽ പ്ലേസ്, ഇங்கே 1, 2, 3, 4 ഡെസിമൽ പ്ലേസ്. അപ്പോൾ ഫൈനൽ ആൻസറിൽ ഓൺലി 2 ഡെസിമൽ പ്ലേസ് മറ്റെന്താ വരണം. സോ ഇங்கே 2 ഡെസിമൽ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. കാരണം ഇங்கே 3 ഡെസിമൽ പ്ലേസ് ഉണ്ട്. ഇங்கே 1 தான் இருக்கு. ഇங்கே 1, 2, 4 ഉണ്ട്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ക്ലിയറോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ക്വസ്റ്റ്യൻ നമ്പർ 90. അപ്പോൾ എറർ സംബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 19ലേക്ക് വരുമ്പോൾ ഇൻ ആൻ എക്സ്പെരിമെന്റ് ദ പെർസെന്റേജ് എറർ ഒക്കേർഡ് ഇൻ ദ മെഷർമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എ ബി സി ഡി ആർ 1%, 2%, 3%, 4% റെസ്പെക്റ്റീവ്ലി. the maximum percentage in the measurement of x കണ്ടുപിടിക്കണം. സോ എക്സ് ക്വസ്റ്റ്യൻ ലിങ്ക് കൊടുത്തിരിക്കും. വാട്ട് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബി റൈസ് ടു 1/2 ഡിവൈഡ് ബൈ സി റൈസ് ടു 1/3 ഇൻറ്റു ഡി ക്യൂബ്. അപ്പൊ ഇതിന്റെ പെർസെന്റേജ് എറർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് തരും ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു 100 എന്നാണ് അല്ലേ. അതായത് ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു ഓരോ ഇവിടെ പവർ ഇരുന്നാൽ പവർ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2 × ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 പ്ലസ് ഹാഫ് × ഡെൽറ്റ ബി ബൈ. അപ്പൊ അതും കൂടെ എല്ലാം കൂടെ ഇത് എഴുതണമെന്ന് ആവശ്യമില്ല. ഞാൻ സിമ്പിൾ ആയിട്ട് എപ്പോഴും എഴുതിയാൽ പോതും. 2 × പെർസെന്റേജ് എറർ ഓഫ് എ പ്ലസ് 1/2 × പെർസെന്റേജ് എറർ ഓഫ് ബി പ്ലസ് 1/3 × പെർസെന്റേജ് എറർ ഓഫ് സി. ഓക്കെ, ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതാം. 1/3 × പെർസെന്റേജ് എറർ ഓഫ് സി പ്ലസ് ഡി ക്യൂബ് തന്നെ. ദിസ് ഈസ് ഡി ക്യൂബ്. അപ്പൊ 3 × പെർസെന്റേജ് എറർ ഓഫ് ഡി. ഇനി എല്ലാ വാല്യൂസും ക്വസ്റ്റ്യനിലൂടെ ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോതും. സോ ഫസ്റ്റ് ഈസ് 2 × 1 പ്ലസ് 1/2 × പെർസെന്റേജ് എറർ ഓഫ് ബി ഈസ് 2 പ്ലസ് percentage error of C is 3 plus 3 into percentage error of D is 4. അപ്പോൾ ഇങ്ങനെ 2 cancel, 3 cancel. That is 2 plus 1 plus 1 plus 12. 12 2 14, 14 plus 2 16% error. So 16% error
ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ഡയറക്റ്റാக கிடைக்கும். ஸோ இது எரர்ஸ்ன்ற கொஸ்டின்ஸ்ல நம்ம நிறைய சால்வ் பண்ணி இருக்கு. கொஸ்டின் நம்பர் 20ലേക്ക് വരുമ്പോൾ the period of oscillation of a simple pendulum t is equal to 2 pi root of L by G നമുക്ക് தெரிஞ்ச விஷயമാണ്. മെഷേർഡ് വാല്യൂ ഓഫ് എൽ ലെങ്ത് കൊടുത്തിருக்கு 20 സെന്റിമീറ്റർ, നോൺ 1 മില്ലിമീറ്റർ ആക്യുറസി. അപ്പൊ എൽ ഉണ്ട് ക്വസ്റ്റനിൽ, ദാറ്റ് ഈസ് 20 സെന്റിമീറ്റർ. ഇനി ഡെൽറ്റ എല്ലും ക്വസ്റ്റനിലുണ്ട്, ദാറ്റ് ഈസ് അത് 1 മില്ലിമീറ്റർ. 1 മില്ലിമീറ്റർ മീൻസ് 1/10 സെന്റിമീറ്റർ, കാരണം ഇതുള്ളത് 10 സെന്റിമീറ്റർ അല്ല. ഇത് മാറ്റുമ്പോൾ 0.1 സെന്റിമീറ്റർ എന്ന് കിടക്കും. അപ്പൊ ഡെൽറ്റ എല്ലും ക്വസ്റ്റനിലുണ്ട്. ഇനി ടൈം ഫോർ 100 ഓസിലേഷൻ ഓഫ് ദി പെൻഡുലം ഈസ് ഫൗണ്ട് ടു ബി. അപ്പൊ 100 ഓസിലേഷൻ ടൈം എவ்வளവാണ്? 90 സെക്കൻഡ്. അപ്പൊ അല്ലെങ്കിൽ 100 ഓസിലേഷനൊക്കെയുള്ള ടൈം ആണ് 90 സെക്കൻഡ്. നമുക്ക് ആര് വേണമെങ്കിൽ ടൈം പീരീഡ് വേണം. അപ്പൊ ടൈം പീരീഡ് ഇരുന്നാൽ പറ്റുന്ന ആ ടിയുടെ വാല്യൂ ആണ്. 100 ഓസിലേഷൻ 90 സെക്കൻഡ് ആയിരുന്നാൽ വാട്ട് ഈസ് ടൈം പീരീഡ്? ഒരു ഓസിലേഷനൊക്കെയുള്ള ടൈം ആണ് ടൈം പീരീഡ്. അപ്പൊ ഒരു ഓസിലേഷൻ ടൈം പീരീഡ് എവിടെ വരും? ഒരു ഓസിലേഷൻ ടൈം പീരീഡ് കണ്ടുപിടിച്ചാൽ 90 ഡിവൈഡ് ബൈ 100 സെക്കൻഡ് എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 0 ക്യാൻസൽ ആയ 9/10. 0.9 എന്ന് പോകും. 0.9 സെക്കൻഡ് എന്ന് കിടക്കും. അപ്പൊ ടൈം പീരീഡ് ടി കിടച്ചെടുക്കും. വാട്ട് ഈസ് ടി? ടി ഈസ് ഈക്വൽ ടു 0.9 സെക്കൻഡ്. അപ്പൊ ടി കിടച്ചെടുക്കുക ടി ഈസ് ഈക്വൽ ടു 0.9 സെക്കൻഡ്. ഇനി അതിന്റെ ആക്യുറസി 1 സെക്കൻഡ് റെസൊല്യൂഷൻ കൊടുത്തിരിക്കും അല്ലെ, യൂസിംഗ് റിസ്റ്റ് വാച്ച് ഓഫ് 1 സെക്കൻഡ് റെസൊല്യൂഷൻ. അതായത് നമ്മ ഇങ്ങേ 90 സെക്കൻഡ് മെഷർ ചെയ്യുമ്പോൾ 1 സെക്കൻഡ് എറർ വരും. അതല്ലേ മീനിങ്? 90 സെക്കൻഡ് മെഷർ ചെയ്യുമ്പോൾ 1 സെക്കൻഡ് ഇതാ എറർ. അപ്പൊ 1 സെക്കൻഡ് മെഷർ ചെയ്യുമ്പോൾ എവ്വളോ എറർ വരും? 1 സെക്കൻഡ് മെഷർ ചെയ്യുമ്പോൾ 1/90 സെക്കൻഡ് എറർ വരും. അപ്പൊ ഡെൽറ്റ ടിയും കിടച്ചു. വാട്ട് ഈസ് ഡെൽറ്റ ടി? ഡെൽറ്റ ടി ഈസ് 1/90. അപ്പൊ ഡെൽറ്റ ടിയും കണ്ടുപിടിച്ചത് ഇസ് ഈക്വൽ ടു 1/90 സെക്കൻഡ്. സോ എല്ലാ വാല്യൂസ് വാച്ച് ക്ലിയർ. സിമ്പിൾ ക്വസ്റ്റൻ. നമ്മൾ ഇതേമാതിരി ക്വസ്റ്റൻസ് എല്ലാം ക്ലാസ്സിലും സോൾവ് பண்ணியிருக்கு. സോ ജസ്റ്റ് ഒന്ന് സോൾവ് பண்ணால் இங்கே என்னது வரும்? ஸோ இங்கே யாரை கண்டுபிடிக்கிறோம்? இந்த ஆக்ரோஸ் டிட்டர்மினேஷன் ஆஃப் ஜி, ஜியோட எரர் தான் கண்டுபிடிக்கிறோம். ஸோ നമുക്ക് தெரியும் ടൈം പീരീഡിന്റെ ഇക്വേഷൻ ടി ഈസ് ഈക്വൽ 2 പൈ റൂട്ട് ഓഫ് എൽ ബൈ ജി. സ്ക്വയർ ചെയ്താൽ 4 പൈ സ്ക്വയർ എൽ ബൈ ജി എന്ന് കിടക്കും. ഇക്വേഷൻ നമുക്ക് தெரிஞ்சதான் 4 പൈ സ്ക്വയർ എൽ ബൈ ജി. സോ ജി കണ്ടുപിടിച്ചാൽ ഇങ്ങേന്ന് ജി ഈസ് ഈക്വൽ ടു 4 പൈ സ്ക്വയർ ഇൻറ്റു എൽ ബൈ ടി സ്ക്വയർ എന്ന് വരും. സോ ഇங்கே എറർ എഴുതുമ്പോൾ പെർസെൻറ്റേജ് എറർ ഓഫ് ജി കണ്ടുപിടിക്കണം, വിച്ച് ഈസ് ഈക്വൽ ടു 4 പൈ സ്ക്വയർ കോൺസ്റ്റന്റ്, എറർ എതുവുമേ ഇല്ല. ഇനി എല്ലിന്റെ എറർ എവിടെ വരും? ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 പ്ലസ് ടി സ്ക്വയർ എറർ. ടിക്ക് പവർ ഉണ്ട്. സോ 2 ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ഇங்கே വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ എല്ലിന്റെ വാല്യൂ അക്കോർഡിംഗ് ടു ക്വസ്റ്റൻ ഇറ്റ് ഈസ് ഡെൽറ്റ എൽ ഈസ് 1 മില്ലിമീറ്റർ ഈസ് 1/10 സെന്റിമീറ്റർ ഈസ് 0.1 സെന്റിമീറ്റർ. നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ആണ്. എല്ലിന്റെ വാല്യൂ 20 സെന്റിമീറ്റർ ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു ഇനി ഡെൽറ്റ ടിയുടെ വാല്യൂ എവിടെയാണ്? 1/90 സെക്കൻഡാ. ടിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത് 0.9 ഇൻറ്റു 100 എന്ന് കിടക്കും. ക്ലിയറോ? ജസ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എഴുതുമ്പോൾ ഇവിടെ 0 ക്യാൻസൽ. 0.1 ഇൻറ്റു 10 ഈസ് 1/2 പ്ലസ് 2 ഇൻറ്റു 1 ഇങ്ങനെ ഓൾറെഡി 90 ഇൻറ്റു 0.9 ദാറ്റ് ഈസ് 9 ഇൻറ്റു 9 എന്ന് എഴുതി. അപ്പോൾ 0.9 into 10 means 9 in 9 81. This is 81 into 100 എന്ന് കിടക്കും. ഡിവൈഡ് 100. ആക്ച്വലി ഇங்கே 1/2 പ്ലസ് 2 ഇൻറ്റു ഇവിടെ 100/80 എന്ന് യോജിച്ചാൽ അപ്പോൾ 100/80 ദാറ്റ് ഈസ് 1.2 അപ്രോക്സിമേറ്റ്ലി വരും. 1.2 അപ്പോൾ 100/80 ദാറ്റ് ഈസ് 50/40 5/4 എന്ന് കിടച്ചാൽ അപ്രോക്സിമേറ്റ്ലി 1.2. 2 into 1.2 that is 2 into that is equal to 2 into 0.5. 1/2 means 0.5 plus 2 into 1/2 അത് എവിടെ വരും? that is 2.4 വരും. 2.4 plus 2.9 എന്ന് വരും. that is 2.9 according to option 2.9 approximately 3%. അപ്പോൾ 3% error approximate വരുവാണെങ്കിൽ. so question number 20 is okay. so going to the next question number 21 ലേക്ക് വരാം. The radius of the sphere is 2%. The error in the measurement of radius of a sphere is 2%. And the error in the determination of the volume. Volume കണ്ടുപിടിക്കണം. Volume of a sphere is 4/3 pi r cube. Simple question. So percentage error of volume കണ്ടുപിടിച്ചാൽ 4/3 pi constant, r cube ന് പവർ ഉണ്ട്. So 3 into percentage error of radius. അല്ലെങ്കിൽ ഡെൽറ്റ r by r into 100 എന്ന് പറയണം.
ഈ ഡയറക്റ്റാ 2% എന്ന് കൊടുത്തിരിക്കുക, that is equal to 3 into 2, that is 6% is the answer. So option B is the right answer. Question number 22 ലേക്ക് വന്നാൽ choose the incorrect statement out of the following. അപ്പോൾ ലേക്ക് ചെക്ക് ചെയ്യാം. Every measurement by any measuring instrument has some error. നമുക്ക് തരും 100% പെർഫെക്റ്റ് ആയ ഡിവൈസ് ഇതുമേ ഇല്ല. ഏത് ഇൻസ്ട്രുമെന്റ് ആയിരുന്നാലും അതിൽ കൊഞ്ചം ഇൻസ്ട്രുമെന്റ് എറർ ഇരിക്കും. എവറി കാൽക്കുലേറ്റഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ മെഷേർഡ് വാല്യൂസ് ഹാവ് സം എറർ. അത് കറക്റ്റ് ആണ്. അതായത് ഡിഫറെന്റ് ടൈപ്സ് എറർ ഉണ്ട്. ഇൻസ്ട്രുമെന്റൽ എറർ വരാം, എക്സ്പെരിമെന്റൽ എറർ വരാം, റാൻഡം എറേഴ്സ് വരാം. അപ്പോൾ എറർ ഏതായിരുന്നാലും വരും. അത് ഇൻസ്ട്രുമെന്റ് മൂലവും മെഷർമെന്റ് മൂലവും ഒക്കെ വരില്ല. ഇനി എ മെഷർമെന്റ് ക്യാൻ ഹാവ് മോർ ആക്യുറസി ബട്ട് ലെസ് പ്രിസിഷൻ ആൻഡ് വൈസ് വേഴ്സ. അതും കറക്റ്റാണ്. അപ്പോൾ അപ്പടിയും വരാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്നോട് കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. ഞാൻ ഇതിന്റെ ലെങ്ത് കണ്ടുപിടിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ ആക്ച്വൽ ലെങ്ത്, ഇതിന്റെ ട്രൂ വാല്യൂ, ഇതിന്റെ ഒറിജിനൽ ലെങ്ത് ഒരു 10.2 സെന്റിമീറ്റർ ആണെന്ന് വെച്ചിട്ടുണ്ട്. 10.2 സെന്റിമീറ്റർ. അപ്പൊ 3 പേര് ഇതിവിടെ ലെങ്ത് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ, അപ്പൊ ഫസ്റ്റ് ആൾ കണ്ടുപിടിച്ചപ്പോൾ ഇതിന്റെ വാല്യൂ 10.1 എന്ന് കിടച്ചു. ഇന്നൊരാൾ കണ്ടുപിടിച്ചപ്പോൾ 10.192 എന്ന് കിടച്ചു. 192 എന്ന് കിടച്ചു. ക്ലിയർ. ഇനിയൊരാൾ കണ്ടുപിടിച്ചപ്പോൾ 19 എന്ന് പോകും. ഓക്കെ, 19 എന്ന് കിടച്ചു. ഇന്നൊരാൾ കണ്ടുപിടിച്ചപ്പോൾ 8.352 എന്ന് കിടച്ചു. 8.352 എന്ന് കിടച്ചു. അപ്പോൾ ഈ വാല്യൂസ് ചെക്ക് பண்ணுங்க. ഫസ്റ്റ് വാല്യൂ എന്നതാണ് 10.1 മീൻസ് ഇത് ആക്ച്വലി 10.2 വെരി ക്ലോസ്. അപ്പോൾ ഈ വാല്യൂ ആക്യുറേറ്റ് ആണ്, ബട്ട് പ്രിസിഷൻ കമ്മിയാണ്. കാരണം 10.1 വരേക്കും എന്താ കിടച്ചിരിക്കും. 10.2ലേക്ക് വരുന്നതൊക്കെ ഇന്നും നിറയെ വാല്യൂസ് ഉണ്ട്. അപ്പോൾ 10.1 വരേക്കും കിടച്ചു. രണ്ടാമത്തെ വാല്യൂ പാരുങ്ക, ഇത് മോർ ആക്യുറേറ്റ് ആൻഡ് മോർ പ്രിസൈസ് ആണ്. കാരണം 10.19 വരേക്കും കിടച്ചത്. ഞാൻ சொல்றது പറയും, അതായത് ലീസ്റ്റ് കൗണ്ട് അധികമാകുമ്പോൾ പ്രിസിഷൻ അധികമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് വാല്യൂ മോർ ആക്യുറേറ്റ് ബട്ട് പ്രിസിഷൻ കമ്മിയാണ്, ലെസ് പ്രിസൈസ്. രണ്ടാമത്തെ വാല്യൂ മോർ ആക്യുറേറ്റ് ലെസ് പ്രിസൈസ്. ഇനി നിങ്ങൾ ഈ വാല്യൂ പാരുങ്ക, ഇതിന് ആക്യുറസി ഇല്ല. കാരണം ആക്യുറേറ്റ് വാല്യൂ 10.2 ആക്യുറസി കമ്മിയാണ്. ബട്ട് പ്രിസിഷൻ പാരുങ്ക, 3 ലീസ്റ്റ് കൗണ്ട് അധികമായ ഡിവൈസാണ്. മൂന്നാമത്തെ ഡിവൈസ് 352 3 പ്ലേസ് വരേക്കുള്ള വാല്യൂ കിടച്ചെടുക്കും. അതായത് ലീസ്റ്റ് കൗണ്ട് അധികമാകുമ്പോൾ പ്രിസിഷൻ അധികമാകും. ബട്ട് ഈ 8.352 ആക്യുറേറ്റ് കിടയാണ്. അപ്പൊ ആക്യുറേറ്റ് പ്രിസിഷൻ അധികമായിരുന്നാൽ ആക്യുറേറ്റ് ആകണമെന്ന് ആവശ്യമില്ല. അതേമാതിരി ആക്യുറേറ്റ് ആയിരുന്നാൽ പ്രിസിഷൻ അധികമാണെന്ന് ആവശ്യമില്ല. പറഞ്ഞു ഇപ്പൊ 10.1ന് ആക്യുറേറ്റ് വാല്യൂ ബട്ട് പ്രിസിഷൻ കമ്മിയാണ്. ഈ വാല്യൂവിന് പ്രിസിഷൻ അധികമാണ് ബട്ട് ആക്യുറസി കമ്മിയാണ്. സോ അത് കറക്റ്റ് ആണ്. എ മെഷർമെന്റ് ക്യാൻ ഹാവ് മോർ ആക്യുറസി ബട്ട് ലെസ് പ്രിസിഷൻ. മോർ ആക്യുറസി വരാം, ലെസ് പ്രിസിഷൻ വരാം, ആൻഡ് വൈസ് വേഴ്സ. ഈ വാല്യൂ രണ്ട് എക്സാമ്പിൾ തരുന്നത് ഇറ്റ് ഇസ് വെരി സിമ്പിൾ. സോ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും എല്ലാം കറക്റ്റാ. കണ്ടിപ്പോ ഏതാ വരും? ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. ആ ഓപ്ഷൻ ചെക്ക് பண்ணலாம். ദ പെർസെന്റേജ് എറർ ഈസ് എ ഡിഫറെന്റ് ഫോം ഓഫ് റിലേറ്റീവ് എറർ. അതായത് റിലേറ്റീവ് എററോட ഇൻടു 100 பண்ணால் யாரை கிடைக்கும் பெர்சன். അപ്പോൾ രണ്ടും ഡിഫറെന്റ് കോൺസെപ്റ്റ് അല്ല. ഇപ്പോൾ എക്സ്പെരിമെന്റൽ എറർ, റാൻഡം എറേഴ്സ്, അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ എറർ, ഇൻസ്ട്രുമെന്റൽ എറർ മാതിരി ഡിഫറെന്റ് അല്ല. ഈ റിലേറ്റീവ് എററുടെ ഒരു ഇന്നൊരു ടൈപ്പ് എക്സ്പ്രഷൻ மட்டும் என்னது പെർസെന്റേജ്. അപ്പോൾ ഡിഫറെന്റ് നമുക്ക് 100% சொல்ல முடியாது. ஸோ ഇവിടെ ഉള്ള ആൻസർ തപ്പാൻ ആൻസർ നമുക്ക് ഓപ്ഷൻ ഡി മറ്റെന്താ ചൂസ് பண்ண முடியும். ക്ലിയറോ? സോ ക്വസ്റ്റ്യൻ നമ്പർ 23ലേക്ക് വരുമ്പോൾ 2 റെസിസ്റ്റേഴ്സ് R1ന്റെ വാല്യൂ ഉണ്ട്, R2ന്റെ വാല്യൂ ഉണ്ട്, ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ദിസ് ഈസ് ദ ടേണിംഗ് പോയിന്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ. ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ പാരലൽ കോമ്പിനേഷൻ വിൽ ബി. അപ്പൊ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ബട്ട് അതിന്റെ എററും കൂടെ ചേർത്താ വേണം. നമുക്ക് தெரிஞ்ச വിഷയം റെസിസ്റ്റൻസ് സീരീസ് ആയിരുന്ന എന്താ റിസ്ക് ഇല്ല. R is equal to R1 plus R2. R1 plus R2. അപ്പൊ സീരീസ് ആവുമ്പോൾ ഡെൽറ്റ R by R കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ R1 by R plus ഡെൽറ്റ R2 by R2. ഒവ്വൊരു ഇൻഡിവിജ്വലി R കണ്ടുപിടിച്ച് ആഡ് பண்ணா போதும். കാരണം ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ സിമ്പിളാണ് അല്ലെ. ഇത് സീരീസ് കണക്ഷൻ ആകുമ്പോൾ R is equal to R1 plus R2 ആണ്. ഇത് സിമ്പിൾ ആണ്, ഇതിൽ ഒന്നുമില്ല, ഈസിയാണ്. ബട്ട് ഇങ്ങനെ കണക്ഷൻ പാരുങ്ക പാരലൽ ആവുമ്പോൾ ഇക്വേഷൻ ഇത് വരും 1 by R is equal to 1 by R1 plus 1 by R2. ആക്ച്വലി ഇത് NCERT-യിലുണ്ട്. 1 by R1 plus 1 by R2 എന്ന് എഴുതുമ്പോൾ ഇങ്ങ എറർ കണ്ടുപിടിക്കുമ്പോൾ കൊഞ്ചം ഗവനിക്കണം. അതായത് ഇങ്ങ എറർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് തരും ഇത് ആക്ച്വലി ഇതിന്റെ മെത്തേഡ് നമ്മൾ ക്ലാസ്സിൽ സോൾവ് பண்ணிருக்கு. ഇത് ഡിഫറൻഷിയേറ്റ് பண்ணணும். രണ്ട് പക്കവും ആറിൽ ഡിഫറൻഷിയേറ്റ് பண்ணணும். അങ്ങനെ ഡിഫറൻഷിയേറ്റ് பண்ணி കൊണ്ടുവന്നാൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഫൈനൽ റിസൾട്ട് പട്ട് உங்களுக்கு தெரிஞ்சா போதும். ഡിഫറൻഷിയേഷൻ നമുക്ക് தேவையில்லை, ഫൈനൽ റിസൾട്ട് വേണം. ഫൈനൽ റിസൾട്ട് എന്താണ്? ഡിഫറൻഷിയേറ്റ് பண்ணி കൊണ്ടുവന്നാൽ ഡെൽറ്റ R divided by R square is equal to ഡെൽറ്റ R1 divided by R1 square plus ഡെൽറ്റ R2 divided by R2 square എന്ന് கிடைக்கும். അപ്പൊ ഇങ്ങനെ R കണ്ടുപിടിക്കുന്നത് ഈ മെത്തേഡ് ഉണ്ട്. ഈ R കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ கிடைக்கும். ഡെൽറ്റ R ആ R കണ്ടുപിടിച്ച് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൽറ്റ R കിടക്കും. അപ്പൊ R plus ഡെൽറ്റ R എന്ന് എഴുതുമ്പോൾ ഈ ആൻസർ കിടക്കും. ഫ്രീ
അതായത് ഈ ഇക്വേഷൻ യൂസ് ചെയ്തത് പാരലൽ കണക്ഷൻ്റെ ഇക്വേഷൻ അങ്ങനെ ആരെ കിടക്കും 6 കിടക്കും. ഇനി ഞാൻ ഇപ്പോൾ എഴുതിയ ഈ ഒരു ഇക്വേഷൻ ഡെറിവേറ്റീവ് എടുത്താൽ കിടക്കുന്ന ഇക്വേഷൻ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ ഡെൽറ്റ ആർ കിടക്കും. ഈ ഡെൽറ്റ ആർ കിടച്ചാൽ ആർ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ആർ എന്ന് ചെക്ക് ചെയ്താൽ ഓപ്ഷൻ ഇങ്ങനെ കിടക്കും. റെഡി? അപ്പോൾ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ഈ 1 ആറ് കണ്ടുപിടിക്കണം. അപ്പോൾ 6 കണ്ടുപിടിച്ചാൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 1/6 കണ്ടുപിടിക്കണം. സോ 1/r1 r1 ഈസ് ആക്ച്വലി ഇങ്ങനെ 4 ആണ്. അപ്പോൾ 1/4 പ്ലസ് r2 ഇങ്ങനെ 4 ആണ്. അപ്പോൾ 1/4 ദാറ്റ് ഈസ് 1/2. therefore r കിടച്ചിരിക്കും. what is r? r is 2. അപ്പോൾ ആറിന്റെ വാല്യൂ 2 എന്ന് കിടച്ചിരിക്കും. ഇനി ആര് വേണം? ഇനി ഡെൽറ്റ ആർ കണ്ടുപിടിക്കണം. അപ്പോൾ ഡെൽറ്റ ആർ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ what is r? r നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ഇറ്റ് ഈസ് 2 സ്ക്വയർ ദാറ്റ് ഈസ് ഡയറക്റ്റ് ആയിട്ട് 4 എന്ന് എഴുതിയിരിക്കും. ക്ലിയർ? ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ 4 എന്ന് എഴുതാം. ഇറ്റ് ഈസ് 4 which is equal to what is delta r1? delta r1 ഇങ്ങനെ ക്വസ്റ്റ്യനിലുണ്ട് 0.8 that is 0.8 r1 ന്റെ സ്ക്വയർ r1 ന്റെ വാല്യൂ 4 that is 4 സ്ക്വയർ 16 plus delta r2 is actually 0.4 r2 ന്റെ വാല്യൂ 4 സ്ക്വയർ 16. അപ്പോൾ ഇത് രണ്ടും LCM 16 ആണ്. സോ 16 ഇങ്ങനെ വെച്ചാൽ 0.8 plus 0.4 1.2 എന്ന് കിടക്കും. ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ 4 ലെഫ്റ്റ് സൈഡ്. അപ്പോൾ 4ഉം 16ഉം കട്ട് ചെയ്ത് ഇങ്ങനെ 4 എന്ന് വരും. ദാറ്റ് ഈസ് 1.2 ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് 12/4 ആണ് 3 ആണ്. ദാറ്റ് ഈസ് 0.3 എന്ന് കിടക്കും. അപ്പോൾ ഡെൽറ്റ ആറും കിടച്ചിരിക്കും. വാട്ട് ഈസ് ഡെൽറ്റ ആർ? 0.3. സോ ആൻസർ എന്നത് വരും ഇങ്ങനെ ആറും കിടച്ച് ദാറ്റ് ഈസ് ആറും കിടച്ചിരിക്ക് അതേമാതിരി ഡെൽറ്റ ആറും കിടച്ച് ദാറ്റ് ഈസ് 2 പ്ലസ് ഓർ മൈനസ് 0.3 എന്ന് വരും. 2 പ്ലസ് ഓർ മൈനസ് 0.3 ദാറ്റ് ഈസ് ഓപ്ഷൻ D is the right answer of this question. അപ്പോൾ ഇത് கொஞ்சம் സ്പെഷ്യൽ കേസ് ആണ്, നല്ല ഗവനിക്കാം. NCERT ഉണ്ട്, അത് മേ ബി ക്വസ്റ്റ്യൻ ആയിട്ട് വരില്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24ലേക്ക് വരുമ്പോൾ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഓഫ് എ ബോഡി ഈസ് ഡിറ്റർമൈൻഡ് ബൈ വെയിങ് ദ ബോഡി ഫസ്റ്റ് ഇൻ എയർ ആൻഡ് ദെൻ ഇൻ വാട്ടർ. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ അതുക്ക് ബോഡി ഡിറ്റർമൈൻഡ് ബൈ വെയിങ് ഫസ്റ്റ് ഇൻ എയർ. ദ എയറിൽ മെഷർ ചെയ്ത വാല്യൂ ഉണ്ട്, വാട്ടറിൽ മെഷർ ചെയ്ത വാല്യൂ ഉണ്ട് അല്ലേ? The weight of the body in air ക്വസ്റ്റ്യനിലുണ്ട്, weight of the body in water ക്വസ്റ്റ്യനിലുണ്ട്, the maximum percentage error in the specific gravity. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുമ്പോൾ മാക്സിമം പെർസെൻറ്റേജ് എറർ വേണം. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി റിലേറ്റീവ് ഡെൻസിറ്റി ഡെൻസിറ്റി അല്ല, ഇൻ ടേംസ് ഓഫ് വെയിറ്റ് ഒന്നാ പോകുന്നത്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റിന വെയിറ്റ് ഇൻ എയർ, ആ ബോഡിയുടെ എയറിലെ വെയിറ്റ് ഡിവൈഡ് ബൈ ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ ആണ്. ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ നമ്മൾ ഇത് ப்ராப்பர்ட்டிஸ் ஆஃப் சாலிட்ஸ் டிஸ்கஸ் பண்ணாது இல்லை, ப்ராப்பர்ட்டிஸ் ஆஃப் மேட்டர் டிஸ்கஸ் பண்ணாது. என்னதானோ வெயிட் இன் ஏர் டிவைட் பை லாஸ் ஆஃப் வெயிட் இன் வாட்டർ. അപ്പോൾ വെയിറ്റ് ഇൻ എയറും വേണം, ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടറും വേണം. അപ്പോൾ വെയിറ്റ് ഇൻ എയർ ക്വസ്റ്റ്യൻ ഡയറക്റ്റാ ഉണ്ട്, ബട്ട് ഏതില്ല? ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ ഇല്ല, ബട്ട് വെയിറ്റ് ഇൻ വാട്ടർ ഉണ്ട്. അപ്പോൾ ലോസ് ഓഫ് വെയിറ്റ് എപ്പോഴും കണ്ടുപിടിക്കും? ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ. ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ എവിടെ കണ്ടുപിടിക്കും? വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ വണ്ണാ പോതും. ക്ലിയർ? വെയിറ്റ് ഇൻ വാട്ടർ സിമ്പിൾ. ഓക്കെ, വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. അപ്പോൾ വെയിറ്റ് ഇൻ എയർ എவ்வளവാണ്? വെയിറ്റ് ഇൻ എയർ ആക്ച്വലി 20 ആണ്, അതിന്റെ എറർ 0.2 ഉണ്ട്. സോ 20 മൈനസ് 10 20 മൈനസ് 10 ഇതാണ് വെയിറ്റ്. ഇനി എൻ്റെ എറർ ആക്ച്വലി ഫസ്റ്റിന്റെ എറർ എவ்வளവാണ്? 0.2. ഇതിന്റെ എറർ 0.2. അപ്പോൾ എറർ ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് എவ்வளോ വരും? 0.4 എന്താ വരും? കാരണം എറർ തന്നെ ആകാതെ, എറർ സബ്സ്ട്രാക്ട് ആകാതെ. കാരണം ഈ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ വന്ന തപ്പാണ്. എറർ മീൻസ് അപ്പോൾ വന്ന തപ്പാണ്. അപ്പോൾ എയറില് വെയിറ്റ് കണ്ടുപിടിക്കുമ്പോൾ വന്ന തപ്പ്, വാട്ടറിൽ വെയിറ്റ് കണ്ടുപിടിക്കുമ്പോൾ വന്ന തപ്പ്, അത് നമ്മൾ ഇനി ഏതാവത് ഓപ്പറേഷൻ പണുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒന്നും മാറ്റാൻ മുടിயாது. എറർ വന്നിച്ചുன்னா അത് ഇനി മാറ്റാൻ മുടിயாது. അപ്പൊ രണ്ട് പക്കവും എറർ ഉണ്ട്. സോ രണ്ട് എറർ എപ്പോഴും ആഡ് ആവും. അത് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്താലും ക്വാണ്ടിറ്റീസ് സബ്സ്ട്രാക്ട് ചെയ്താലും എറേഴ്സ് എപ്പോഴും ആഡ് ആവും. സോ ഇപ്പൊ 0.2 മൈനസ് 0.2 അല്ല, 0.2 പ്ലസ് 0.2 അത് എപ്പോഴും അപ്പടി എറർ ആഡ് ആവും. സോ ദാറ്റ് ഈസ് 20 മൈനസ് 10 ഈസ് 10 പ്ലസ് ഓർ മൈനസ് 0.4 എന്ന് കിടച്ചെടുക്കും. അപ്പൊ ഇനി ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുക. വെയിറ്റ് ഇൻ എയർ കിടച്ച് ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടറും കിടച്ചു. ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടറും കിടച്ചത്. സോ നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കാം? സോ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാം. സോ പെർസെൻറ്റേജ് എറർ ഇൻ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിച്ചാൽ രണ്ടുപേരുടെ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് വാല്യൂസ് ഇങ്ങനെ ഉണ്ട്.
ഫസ്റ്റ് ഉള്ളത് വെയിറ്റ് ഇൻ എയർ ആണ്. വെയിറ്റ് ഇൻ എയർ ആക്ച്വലി ദിസ് ഈസ് എ വാല്യൂ. 20 പ്ലസ് 0 പോയിന്റ്സ്. ദാറ്റ് ഈസ്, അപ്പോൾ അതിൻ്റെ വാല്യൂ ഈസ് 0.2 ഡിവൈഡ് ബൈ 20 അല്ലേ. എറർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് തരും ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100. അപ്പോൾ ഇവിടെ എറർ 0.2 വാല്യൂ 20 ഇൻറ്റു 100 പ്ലസ് രണ്ടാമത്തെ ക്വാണ്ടിറ്റി ലോസ് ഓഫ് വെയിറ്റ് ഇൻ വാട്ടർ. ദാറ്റ് ഈസ് 0.4 എറർ, അതോടെ വാല്യൂ 10 ഇൻറ്റു 100 എന്ന് വരുവാങ്ക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് 0 ക്യാൻസൽ ആവും. 0.2 ഇൻറ്റു 10 2 ബൈ 2 ഈസ് 1 പ്ലസ് ഇങ്ങനെ 0 ക്യാൻസൽ ആവും. 0.4 ഇൻറ്റു 10 ഈസ് 4 പ്ലസ് 1 ദാറ്റ് ഈസ് 5 ഈസ് ദ ആൻസർ. 5% ഈസ് ദ ആൻസർ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതേമാതിരി ക്വസ്റ്റ്യൻസും നല്ല ക്വസ്റ്റ്യൻസ് ആണ്, ക്വാളിറ്റി ക്വസ്റ്റ്യൻസ്. ஸோ இதே மாதிரி கொஸ்டின்ஸ் நமக்கு எக்ஸ்பெக்ட் பண்ணலாம். ஸோ உங்களுக்கு ஆன்சர் கிடைக்குதுன்னு நினைக்கிறேன். ஸோ கொஸ்டின் நம்பர் 25ലേക്ക് വരാം. 25ലേക്ക് വരുമ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് ഓൺ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് ഓൺ സിസ്റ്റം ഓഫ് യൂണിറ്റ്. അപ്പോൾ അത് ചുമ്മാ ഒരു എക്സാമ്പിൾ ചെക്ക് നമുക്ക് തരും. അതായത് 1 കിലോഗ്രാം പോട്ടെ, 1 കിലോഗ്രാം വേണ്ടി ഞാൻ അതായത് ഒരു ഓർഡർ വരുന്ന വാല്യൂസ് എഴുതാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 കിലോഗ്രാം ഞാൻ ഗ്രാമിലേക്ക് മാറ്റിയാൽ 10 ഇൻറ്റു 10⁻³ ഗ്രാം. 10 ഇൻറ്റു 10⁻³ വരെങ്കിൽ ഈ ഫസ്റ്റ് ദിവസത്തിൽ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഇങ്ങനെ വരുമ്പോൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 4 ആയി. അപ്പോൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് ഓൺ എന്നതാണ്, ഡിപ്പെൻഡ്സ് ഓൺ എന്നത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ ദാറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദിസ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇൻ എ മെഷർമെന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സിസ്റ്റം ഓഫ് യൂണിറ്റ്. അത് തപ്പല്ലേ? നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗറിനെ അത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ വരുന്ന റിലയബിൾ ഡിജിറ്റ് പ്ലസ് ഫസ്റ്റ് അൺസർട്ടൺ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ 13.2 സെന്റിമീറ്റർ എന്ന് കിടച്ചിട്ടുണ്ട്. 13.2 സെന്റിമീറ്റർ. അപ്പൊ അതിനെ എനിക്ക് മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ എവിടെ വരും? 13.2 ഇൻറ്റു 10⁻² മീറ്റർ. ക്ലിയർ? അപ്പൊ ഇங்கே സിഗ്നിഫിക്കന്റ് ഫിഗർ എவ்வளവാണ്? 3 ആണ്. ഇங்கே സിഗ്നിഫിക്കന്റ് ഫിഗർ എவ்வளവാണ്? 3 ആണ്. കാരണം ഇതിന് സിഗ്നിഫിക്കന്റ് ഫിഗർ ഇല്ല. അപ്പം അതിനെ കൺവേർട്ട് ചെയ്യുമ്പോഴും അല്ല മെഷർമെന്റിനെ ഒരു യൂണിറ്റിൽ നിന്നൊരു യൂണിറ്റിലേക്ക് മാറ്റുമ്പോഴും സിഗ്നിഫിക്കന്റ് ഫിഗറിൽ വ്യത്യാസമില്ല, ബട്ട് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന സ്റ്റേറ്റ്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഇസ് കറക്റ്റ്. ബട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തപ്പാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ അല്ല, 2 ഈസ് ഫോൾസ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 26ലേക്ക് പോകാം. 6ലേക്ക് വന്നാൽ എ വയർ ഹാസ് മാസ്. ഇപ്പോൾ വയറിന്റെ മാസ് ഇங்கே ഉണ്ട് 0.3 പ്ലസ് ഓർ മൈനസ്. അതിന്റെ എറർ ഉണ്ട്, റേഡിയസ് ഉണ്ട്, എറർ ഉണ്ട്, ലെങ്ത് ഉണ്ട്, എറർ ഉണ്ട്. ദ മാക്സിമം പെർസെന്റേജ് ആണ് മെഷർമെന്റ് ഓഫ് ഡെൻസിറ്റി. ഡെൻസിറ്റി കണ്ടുപിടിക്കുമ്പോഴുള്ള എറർ കാണും. ഇപ്പൊ ഇത് വയറാന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്ക്. നിങ്ങൾ ഒരു വയറിന്റെ ഷേപ്പ് സിലിണ്ടറിക്കൽ ഷേപ്പ് എന്ന് യോജിച്ചാൽ പോലും ഒരു തിക്നെസ് ഉള്ള വയറാണ്. സോ ഇതാണ് ആ വയർ എന്ന് വെച്ചുക്കോங்க. ഈ വയറുടെ ലെങ്ത് എല്ലാം എടുക്കുക. ലെങ്ത് ഉണ്ട്. ഇനി ഇവിടെ റേഡിയസ് ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ എ എന്ന് പോട്ടാൽ റേഡിയസ് നമുക്ക് 6 എന്ന് കൂപ്പിടാം. റേഡിയസ് 6 ഉണ്ട്. ക്ലിയർ? നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ഡെൻസിറ്റി. അപ്പൊ ഡെൻസിറ്റിയിൽ എറർ. അപ്പൊ ഡെൻസിറ്റിന് എന്നതാണ് മാസ് ബൈ വോളിയം ഈസ് എ ഡെൻസിറ്റി. അപ്പൊ മാസ് ബൈ വോളിയം ഈസ് ലെങ്ത് ഇൻറ്റു ഏരിയ. അപ്പൊ ഏരിയ മീൻസ് ഇങ്ങനെ ഏതാ ഷേപ്പ്? സർക്കുലർ ഷേപ്പ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പൊ നമുക്ക് തരും. അപ്പൊ ലെങ്ത് ഇൻറ്റു ഏരിയ മീൻസ് മാസ് എം ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു πr². ഇനി ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ആരെ കണ്ടുപിടിക്കണം? പെർസെൻറ്റേജ് എറർ ഓഫ് ഡെൻസിറ്റി. അതായത് ഡെൽറ്റ റോ ബൈ റോ ഇൻറ്റു 100. ദാറ്റ് ഈസ് എ പെർസെൻറ്റേജ് എറർ ഓഫ് ഡെൻസിറ്റി. കണ്ടുപിടിച്ചാൽ റൈറ്റ് സൈഡിൽ എന്നത് വരും? ഡെൽറ്റ എം ഡിവൈഡ് ബൈ എം ഇൻറ്റു 100. അതിന് പവർ എതുവുമേ ഇല്ല. പ്ലസ് എറർ എപ്പോഴും ആഡ് ആവും. ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 പ്ലസ് ഇവിടെ പൈക്ക് എറർ ഇല്ല, പൈ കോൺസ്റ്റന്റ് ആണ്. r² പവർ ഉണ്ട്. ദാറ്റ് ഈസ് 2 ഇൻറ്റു ഡെൽറ്റ ആർ ഡിവൈഡ് ബൈ ആർ ഇൻറ്റു 100. എല്ലാ വാല്യൂസും ഉണ്ട്. ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എമ്മിന്റെ വാല്യൂ ആക്ച്വലി 0.003 ഗ്രാം ആണ്. സോ മാത്രം വേണം 0.3 ഇൻറ്റു 100. കാരണം മേലെയും കീഴെയും ഗ്രാം. നെക്സ്റ്റ് ക്വാണ്ടിറ്റി പ്ലസ് ഡെൽറ്റ എൽ ആക്ച്വലി ഇതാണ് ലെങ്ത്തിന്റെ. ഡെൽറ്റ എൽ ഈസ് 0.06 ഡിവൈഡ് ബൈ 6 ഇൻറ്റു 100. അതും മാത്രം വേണം, കാരണം 2 സെന്റിമീറ്റർ. പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ആറിന്റെ വാല്യൂ 0.5, ആറിന്റെ വാല്യൂ ഡെൽറ്റ ആറിന്റെ വാല്യൂ 0.5 കിടയാതെ 0.005 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 100. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ ആക്ച്വലി 100ഉം
0.003 എന്ന് കിടക്കും. ഇங்கே 0.3 പ്ലസ് ഇங்கே മൾട്ടിപ്ലൈ ചെയ്താൽ മേലെ 6 എന്ന് വരും. കീഴെ ഓൾറെഡി 6 ഉണ്ട്. പ്ലസ് ഇங்கே 2 ഇൻറ്റു ആക്ച്വലി 0.005 അല്ലേ, 0.005 മീൻസ് കീഴെയുള്ള വാല്യൂ 0.5 ആണ്. 0.5 എന്ന് മേലെ വരും, കീഴെയും 0.5 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2 ഇൻറ്റു 1, 1 plus 1, 2, 2 plus 2, 4%. 4% is the error. So option D is the right answer. ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് பண்ணுമ്പോൾ ന്യൂമറിക്കൽ വാല്യൂல ஏதாவது மிஸ்டேக் வந்துச்சுனா நீங்க செக் பண்ணிக்கோங்க. ഞാൻ സീക്രം பண்ணுമ്പോൾ മേബി തപ്പ് വരില്ല. ഓക്കേ, ചെക്ക് பண்ணிக்கோங்க. ഓക്കേ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27 ലേക്ക് വരാം. If there is a positive error 50% in the measurement of velocity of a body, then the error measurement of kinetic energy. ഇപ്പോൾ kinetic energy കണ്ടുപിടിക്കുമ്പോഴുള്ള എറർ വേണം. இங்கேயோட பிரச்சனை என்னதான், இங்கே நம்ம இதுவரைக்கும் சால்வ் பண்ண ഈ ഒരു മെത്തേഡ് இங்கே അപ്ലൈ பண்ண முடியாது. കാരണം இங்கே എല്ലാം എറർ பாருங்க 4%, 3%, 2%, മാക്സിമം 5%. ஒரு മാക്സിമം ഒരു ലെസ് ദാൻ 10% വരെയൊക്കെ மட்டும்தான் ഈ ഒരു മെത്തേഡിൽ നമുക്ക് സോൾവ് பண்ண முடியும். കാരണം ഇത് അപ്രോക്സിമേറ്റഡ് റിസൾട്ടാണ്. അതിന്റെ പ്രൂഫ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ എഴുതിയിരിക്കും. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റഡ് റിസൾട്ടാണ്. അപ്പോൾ അപ്രോക്സിമേറ്റഡ് റിസൾട്ട് ആകുമ്പോൾ மட்டும்தான் ഈ ഇക്വേഷൻ ഈ അപ്രോക്സിമേറ്റഡ് റിസൾട്ട് மட்டும்தான் ഇങ്ങനെ கிடைக்கும். அதாவது லெஸ் தேன் 10% கீழே உள்ள எரர் கண்டுபிடிக்கிறதுக்கு மெத்தட் ஓகேയാണ്. பட் பாருங்க இங்கே அதல்ல, இங்கே വാല്യൂ വെലോസിറ്റി ഓഫ് എ ബോഡി മെഷർ ചെയ്യുമ്പോൾ വന്ന എറർ 50%. അപ്പോൾ അതായത് ഞാൻ മുന്നാടി യൂസ് ചെയ്ത ഇക്വേഷൻ യൂസ് ചെയ്ത ഹാഫ് mv² എന്ന് എഴുതുമ്പോൾ പെർസെൻറ്റേജ് എറർ ഓഫ് കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചാൽ ഇവിടെ ഹാഫിനും എമ്മിനും എറർ ഇല്ല, അത് കോൺസ്റ്റന്റ് ആണ്. 2 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഓഫ് വി, ദറ്റ് ഈസ് 2 ഇൻറ്റു 50. അപ്പോൾ 100 എന്താ കിടക്കണം. അപ്പോൾ 100 എന്ന് കിടച്ചാൽ അത് തപ്പാണ്. ഇവിടെ ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ മാർക്ക് പണം. സോ ഇത് തപ്പാന ഓപ്ഷനാണ്. ഇത് പണ്ണക്കൂടാ, കാരണം ഇങ്ങനെയുള്ള എറർ 50%. അപ്പോൾ എറർ ഗ്രേറ്റർ ദാൻ 10% അല്ലെങ്കിൽ 10% വന്നാൽ കൂടെ അത് അപ്ലൈ பண்ணணும். അപ്പോൾ എറർ ഒരു ലെസ് ദാൻ 10% വരേക്കും மட்டும் தான் முன்னாடி சால்வ் பண்ண வரைக்கும் உள்ள மெத்தட் அப்ளை பண்ணணும். അപ്പോൾ இங்கே என்ன பண்ணணும், இங்கே நீங்க பாருங்க, இங்கே ஒண்ணுமில்ல, நீங்க இனிஷியலി ഇതിന്റെ ഒറിജിനൽ വാല്യൂ ഒരു ഹാഫ് mv² എന്ന് എടുത്താൽ പോതും. ഇനിഷ്യൽ അല്ലെങ്കിൽ ഒറിജിനൽ വാല്യൂ റെഡി. ഇനി ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താ, പോസിറ്റീവ് എറർ മീൻസ് എറർ ആ മെഷർമെന്റ് அதிகமா ஆயிருக்கு. அதாவது v மெஷர் பண்ண வேண்டியது எக்ஸ்ட்ரா ஒரு 50% கூட மெஷர் பண்ணியிருக்கு. சொல்றது புரியுது? அதாவது ഇവിടെ v² ആയിരുന്നാൽ ഇപ്പോൾ മെഷർ ചെയ്യുമ്പോൾ ഫൈനൽ വാല്യൂ, ഫൈനൽ ഞാൻ എഴുതുന്ന കാരണം ആ എറർ ചേർന്നുള്ള വാല്യൂ ആണ്. അത് എവിടെ വരും, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി ഡാഷ് ആണ് ന്യൂ സ്പീഡ്. അത് ഇനിഷ്യലി ഉള്ളത് v ആണ്. ഇപ്പോൾ എക്സ്ട്രാ ഒരു 50%, അത് പ്ലസ് ആണ്, പോസിറ്റീവ് എറർ. അപ്പൊ എക്സ്ട്രാ 50% മീൻസ് ഒരു v/2 കൂടെ എക്സ്ട്രാ വരും. റെഡി? ദാറ്റ് ഈസ് ഈക്വൽ അല്ലെങ്കിൽ 50/100 ഇൻറ്റു വി എന്ന് യോജിച്ചാലും പോകും, ഒരു ഇഷ്യൂസും ഇല്ല. അല്ലെങ്കിൽ 150/v 50% എക്സ്ട്രാ മീൻസ് ഇത് 100% എന്ന് യോജിച്ചാൽ ഈ രണ്ടാമത്തെ വാല്യൂ 150%, 150/100 ഇൻറ്റു വി എന്ന് യോജിച്ചാൽ പോലും പോകും, എല്ലാം കറക്റ്റാണ്. സോ ഏതായിരുന്നാലും ഇங்கே എഴുതുമ്പോൾ v പ്ലസ് v/2 3v/2 എന്ന് വരും. അപ്പോൾ സ്പീഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇங்கே 3v/2 the whole square എന്ന് വരും. that is equal to ഈ 3 സ്ക്വയർ 9, 2 സ്ക്വയർ 4, that is 9/4 ഞാൻ വെളിയിൽ കൊണ്ടുവന്നാൽ മീതി ഉള്ളത് ഹാഫ് mv² എന്ന് വരും. what is half mv²? അതാണ് ഒറിജിനലി കിടക്കാൻ വേണ്ടിയ വാല്യൂ. that is 9/4 ഇൻറ്റു ഞാൻ അതിന്റെ k ഇനിഷ്യൽ എന്ന് കൂപ്പിട്ടു. അപ്പോൾ k ഇനിഷ്യൽ ഉണ്ട്, k ഫൈനൽ ഉണ്ട്. അപ്പോൾ നമുക്ക് എറർ കണ്ടുപിടിക്കണം. സോ എറർ എപ്പടി കണ്ടുപിടിക്കും? സോ പെർസെൻറ്റേജ് എറർ ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിக்கிறதுக்கு ஆக்சுவலி இங்கே இருந்து டைரக்டா எரர் சொல்ல முடியும். அதனால അതിന്റെ മെത്തേഡ് എന്താണ്, k ഫൈനൽ മൈനസ് k ഇനിഷ്യൽ ഡിവൈഡ് ബൈ k ഇനിഷ്യൽ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ പോതും. k ഫൈനൽ എവ്വളോ 9/4 k ഇനിഷ്യൽ മൈനസ് k ഇനിഷ്യൽ എന്ന് പോട്ടിருக்கு ഡിവൈഡ് ബൈ k ഇനിഷ്യൽ. അപ്പോൾ എല്ലായിടത്തും k ആയി കോമൺ വെച്ചാൽ ക്യാൻസൽ பண்ணலாம். மீதி ഉള്ളത് 9/4 ഉണ്ട്. എല്ലായിടത്തും k ആയി ഉണ്ട്. மீதி ഉള്ളത് 9/4 മൈനസ് 1 ഇൻറ്റു ഇங்கே ഒരു ഇൻറ്റു 100 ഉണ്ട്. therefore 9/4 minus into 100, that is equal to 4, that is 5/4 into 100 എന്ന് കിടക്കും. ഇവിടെ 5/4 into 100 பண்ணാപ്പോൾ that is 500/4 അല്ലെങ്കിൽ 4ഉം 100ഉം കട്ട് ചെയ്ത് അല്ലെങ്കിൽ 25 എന്ന് വരും. 25 into 5, that is 125% error. 125. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നമ്മൾ നോർമൽ മെത്തേഡിൽ പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് പറഞ്ഞാൽ എന്ത് പ്രശ്നം വരും, ഓപ്ഷൻ സി ഇതാ വരും. ഓപ്ഷൻ സി തപ്പാണ്, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇതേ മാതിരി കണ്ടുപിടിക്കണം. ഇല്ലെന്ന വേറൊരു വഴി എന്നാ, നിങ്ങൾക്ക് ജസ്റ്റ് മുതലേ എന്നാ പറയണം, മുതലേ അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ 100 എന്നാ കിടച്ചത്,
അപ്പോൾ നമുക്ക് തരും അപ്രോക്സിമേറ്റഡ് 100 ആണ്. അപ്പോൾ ഏതായിരുന്നാലും ആൻസർ 100 അധികം എന്താ വരണം. അപ്പോൾ ഇതിൽ 100 കഴിച്ചിട്ട് 100 അധികം വരണം. അപ്പോൾ ഓപ്ഷൻ എ വരാത്, ഓപ്ഷൻ ബി വരാത്, 100 വരാത്. സോ ആൻസർ ഓപ്ഷൻ ഡി ഇതാ വരും. ആ ഒരു അപ്രോക്സിമേഷനിൽ കണ്ടുപിടിക്ക മുടിയുമാന്ന് മുതലേ ചെക്ക് പണണം. പുരിയുതാ அப்படி ഒരു അപ്രോക്സിമേഷനിൽ കണ്ടുപിടിക്ക മുടിയുമാന്ന് ചെക്ക് പണണം. അതുക്കപ്പുറം എന്താ ഈ ഒരു മെത്തേഡിലേക്ക് പോകണം. സോ ഈസ് ഇറ്റ് ക്ലിയർ? സോ ക്വസ്റ്റ്യൻ നമ്പർ 27 ക്ലിയർ ആണെന്ന് നിனைக்கிறேன். സോ ക്വസ്റ്റ്യൻ നമ്പർ 28 വരാം. 28 എന്നതാണ് when we change the unit of measurement of a quantity its numerical value changes. യൂണിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ന്യൂമറിക്കൽ വാല്യൂവും ചേഞ്ച് ചെയ്യും. അതായത് ഒന്നുമില്ല, ഞാൻ മുന്നാടി കാണിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1 കിലോഗ്രാം ഞാൻ യൂണിറ്റ് ചേഞ്ച് ചെയ്തു, അപ്പോൾ അത് 1000 ഗ്രാമിലേക്ക് കൺവേർട്ട് ആയി. അപ്പോൾ ഞാൻ യൂണിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ന്യൂമറിക്കൽ വാല്യൂ ചേഞ്ച് ആയി. ഇങ്ങനെ ന്യൂമറിക്കൽ വാല്യൂ 1, ഇങ്ങനെ ന്യൂമറിക്കൽ വാല്യൂ 1000. അപ്പോൾ അത് കറക്റ്റ് അസേർഷനാണ്. ഇനി സ്മാളർ ദി യൂണിറ്റ് ഓഫ് മെഷർമെന്റ് സ്മാളർ ഇറ്റ്സ് ന്യൂമറിക്കൽ വാല്യൂ, അത് തപ്പാണ്. കാരണം ഇങ്ങനെ സ്മാളർ യൂണിറ്റ് ഗ്രാമ, അതിന് ന്യൂമറിക്കൽ വാല്യൂ ഹയർ. ഇങ്ങനെ യൂണിറ്റ് ലാർജ്, ന്യൂമറിക്കൽ വാല്യൂ കമ്മി. അപ്പോൾ സ്മാളർ ദി യൂണിറ്റ് ബിഗർ ദി ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയും. സോ ഇത് റീസൺ തപ്പാണ്. സോ അസേർഷൻ മട്ടുമാണ് കറക്റ്റ്. സോ ഇഫ് assertion is true but reason is false, option C is the right answer. Clear? So question number 28. അപ്പോൾ നമ്മ ഗോൾഡൻ ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മ ഒരു ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് പണി മുടിച്ചിരിക്കും. ഇന്നും ഇതേമാതിരി ഗോൾഡൻ ക്വസ്റ്റ്യൻ സീരീസുടെ ഒരു സെക്കൻഡ് പാർട്ട് വരുവാങ്ക, ഒരു സെക്കൻഡ് ഫേസ് വരുവാങ്ക. അപ്പോൾ ഇന്നും അധികം ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് പണലാം. സോ താങ്ക് യു.